1932 ജൂലൈ 2 രാവിലെ 6 മണി. കൊളോണിലെ ക്ലിങ്കൻപുട്സ് ജയിലിൽ അന്നൊരു കുറ്റവാളിയുടെ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസമാണ്. മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പോലും അവന്റെ മുഖത്ത് ഭയത്തിന്റെ ഒരു കണിക പോലും ഉണ്ടായിരുന്നില്ല. തനിക്ക് കുറച്ച് വറുത്ത ഉരുളക്കിഴങ്ങും വീനർ നെറ്റ്സലും ഒരു കുപ്പി വൈറ്റ് വൈനും വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു തീർത്ത് മരണത്തിലേക്ക് നടക്കുമ്പോൾ അവൻ ജയിലറോടും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരോടും ഒരേ ഒരു ചോദ്യമാണ് ചോദിച്ചത്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ ചോര വരെ മരവിച്ചു. അയാൾ അല്പം മുൻപോട്ട് ആഞ്ഞിരുന്നു. എന്നിട്ട് തികച്ചും സാധാരണ ഭാവത്തിൽ ശാന്തമായിട്ട് അവരോട് ചോദിച്ചു, പറയൂ ഡോക്ടർ, എൻ്റെ തല ഗില്ലറ്റിനിൽ വെച്ച് വെട്ടി മാറ്റുമ്പോൾ എൻ്റെ കഴുത്തിൽ നിന്നും ചോര ചീറ്റുമല്ലോ. ആ ശബ്ദം ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയുമോ? അത് കേൾക്കുവാൻ കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ആനന്ദങ്ങൾക്കും മുകളിലുള്ള പരമാനന്ദമായിരിക്കും അത്. അത് കേട്ടുകൊണ്ട് ഈ യാത്ര എനിക്ക് അവസാനിപ്പിക്കാം. സ്വന്തം രക്തം ചീറ്റുന്ന ശബ്ദം കേട്ട സ്ഖലനം സംഭവിക്കുന്ന ലോകം കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റവാളിയുടെ കഥയാണിത്. സീരിയൽ കില്ലേഴ്സിന്റെ കഥകൾ പഠിക്കുന്നവർ അവന്റെ പേര് കേട്ടാൽ വെട്ടി വിയർക്കും, ദേഹത്തുകൂടി പൊള്ളരിക്കും, അറിയാതെ പേടിച്ച് പിന്നിലേക്കൊന്ന് നോക്കിപ്പോകും. അവന്റെ പേരാണ് പീറ്റർ കുർട്ടൻ. ഇതുപോലെ ഒരു കുറ്റവാളിയുടെ കഥ ഇതിനു മുൻപ് നിങ്ങൾ കേട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഇതുപോലെ ക്രൂരനും വ്യക്തിത്വ വൈകല്യവും ഒത്തുചേർന്ന സെക്ഷൽ പ്രിഡേറ്ററായിട്ടുള്ള ഒരു മനുഷ്യൻ ഇതിനു മുൻപോ അല്ലെങ്കിൽ പിൻപോ ഉണ്ടായിട്ടില്ല. ലോകത്തെ വിറപ്പിച്ച ജാക്ക് ദി റിപ്പറാണ് തന്റെ റോൾ മോഡൽ എന്നും അയാളുടെ ജീവിതം തന്നെ സ്വാധീനിച്ചിരുന്നു എന്നും പറഞ്ഞ കുറ്റവാളി ലോകത്തിലെ ഏറ്റവും വലിയ കൊലയാളികളുടെ ഒരു മ്യൂസിയം നിർമ്മിച്ചാൽ അതിൽ 1-ാം സ്ഥാനത്ത് തന്റെ മെഴുകു പ്രതിമയുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ മനുഷ്യമൃഗം. കൊലയുടെ എണ്ണം നോക്കിയാൽ പീറ്റർ കുർട്ടൻ ചെയ്തതിന്റെ 10 ഇരട്ടി ആളുകളെ കൊന്ന സീരിയൽ കില്ലർമാർ വേറെയുമുണ്ട്. പക്ഷെ അവരാരും ക്രൂരതയുടെ തോതുകൊണ്ടളന്നാൽ ഇവന്റെ അടുത്ത് എത്തുമോ എന്ന് സംശയിക്കണം. അവന്റെ കഥയാണ് ഡാർക്ക് ഹിസ്റ്ററീസ് 45-ാം എപ്പിസോഡിൽ നിങ്ങളോട് പറയുന്നത്. അതുപോലെ ഈ വീഡിയോയുടെ അവസാനം സൂപ്പർ നാച്ചുറലായ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അതിന്റെ ഉത്തരം കണ്ടെത്തുവാനായിട്ട് ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. അതെല്ലാം നമ്മൾ ഇന്ന് കാണും. കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി 1920കളുടെ അവസാന കാലഘട്ടം. 1-ാം ലോകമഹായുദ്ധത്തിന്റെ കൊടിയ ആഘാതം ജർമ്മനിയെ സാമ്പത്തികമായിട്ട് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. വൈമർ റിപ്പബ്ലിക്കിന്റെ കാലമാണത്. പണപ്പെരുപ്പവും ദാരിദ്ര്യവും പട്ടിണിയും ഡ്യൂസൽഡോർഫ് നഗരത്തിലെ കല്ലിപാകിയ തെരുവുകളിൽ വലിയ നിരാശ പടർത്തി. ഒരു കാലത്ത് ഏറ്റവും സജീവവും സമ്പന്നവുമായിരുന്ന ആ വലിയ വ്യാവസായിക നഗരത്തിൽ ഇപ്പോൾ യുദ്ധത്തിന്റെ യാതനകൾ വളരെ വ്യക്തമാണ്. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ, തെരുവിന്റെ ഓരോ കോണിലും ഭക്ഷണം യാചിക്കുന്ന മനുഷ്യർ, ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അറിയാതെ കഷ്ടപ്പെടുന്ന സാധാരണക്കാർ, അതായിരുന്നു ആ നഗരത്തിന്റെ മുഖം. എന്നാൽ ആ നഗരത്തിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയത് യുദ്ധത്തിന്റെ കെടുതികളോ ദാരിദ്ര്യമോ ആയിരുന്നില്ല. മറിച്ച് സൂര്യൻ മറയുമ്പോൾ രാത്രി നേരത്ത് തെരുവുകളിലെ ഗ്യാസ് വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ ഇരുളിന്റെ മറപറ്റി നടക്കുന്ന അജ്ഞാതനായിട്ടുള്ള ഒരു കൊലയാളിയായിരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഒപ്പം നഗരം പുതച്ചത് ഭയത്തിന്റെ കരിമ്പടമായിരുന്നു. ജനങ്ങൾ തങ്ങളുടെ വീടുകളുടെ വാതിലുകളും ജനലുകളും ഇരുമ്പ് താഴുകളിട്ട് ഭദ്രമായിട്ട് പൂട്ടി. ആരും ആ കൊലയാളിയെ നേരിൽ കണ്ടിരുന്നില്ല. സ്ത്രീകളും കുട്ടികളും അവനെക്കുറിച്ച് ഭീതിയോടെ മാത്രം മന്ത്രിച്ചു. ആരുടെയും ശ്രദ്ധയപ്പെടാതെ നടക്കുകയും പൊടുന്നനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആക്രമിക്കുകയും ചെയ്യുന്ന ആ കൊലയാളി അവരുടെ ജീവൻ എടുക്കുക മാത്രമല്ല ചെയ്തത്, അവരുടെ മുറിവുകളിൽ നിന്നും ഊറി വരുന്ന ജീവന്റെ തുടിപ്പായ ചോര ആർത്തിയോടെ ഒരു രക്തരക്ഷത്തിനെ പോലെ മൂന്തി കുടിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ചരിത്രം അവനെ ദി മോൺസ്റ്റർ ഓഫ് ഡ്യൂസൽഡോർഫ് അല്ലെങ്കിൽ ദി വാമ്പയർ ഓഫ് ഡ്യൂസൽഡോർഫ് എന്നൊക്കെ വിളിച്ചത്. കൊലയാളി ആരാണെന്നറിയാതെ പോലീസ് ഇരുട്ടിത്തപ്പി. ക്രൂരനായ കൊലയാളിയുടെ കയ്യിൽ നിന്നും നഗരത്തിലെ ഒരു പൗരനും സുരക്ഷിതനായിരുന്നില്ല. കാരണം അവന്റെ ഇരകളുടെ പട്ടികയിൽ മുതിർന്ന പുരുഷന്മാർ മുതൽ 5 വയസ്സ് പ്രായമുള്ള പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഉൾപ്പെട്ടിരുന്നു. പ്രായഭേദമന്യേ ഇത്രയും വ്യത്യസ്തരായിട്ടുള്ള ആളുകളെ ലക്ഷ്യം വെച്ചതുകൊണ്ട് ഈ കൂട്ടക്കൊലകൾക്ക് പിന്നിൽ ഒരാളല്ല, മറിച്ച് അനേകം വ്യക്തികൾ അടങ്ങുന്ന ഒരു വലിയ സംഘമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ദൃഢമായിട്ട് വിശ്വസിച്ചു. അവനെ കണ്ട സാക്ഷികൾ പലരും പലതരത്തിലാണ് അവനെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞത്. ചിലർ കൊലയാളി ഉയരം കൂടിയ മെലിഞ്ഞവനാണെന്ന് പറഞ്ഞു. മറ്റു ചിലർ കട്ടിമീശയുള്ള തടിച്ചിട്ട ഒരുവനാണെന്ന് ആണയിട്ട് പറഞ്ഞു. ഈ പരസ്പര വിരുദ്ധമായിട്ടുള്ള വിവരങ്ങൾ ജർമ്മൻ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കി. എന്നാൽ അതേസമയം യഥാർത്ഥ കുറ്റവാളിയായ പീറ്റർ കുർട്ടൻ ആ നഗരത്തിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ തികഞ്ഞ മാന്യനായിട്ട്, അല്ലെങ്കിൽ ഒരു മാന്യന്റെ മുഖംമൂടി അണിഞ്ഞ് ജീവിച്ചു വരികയായിരുന്നു. 45 വയസ്സുകാരനായ, എപ്പോഴും വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കുന്ന, വളരെ ശാന്ത പ്രകൃതനായ ഒരു തൊഴിലാളിയായിരുന്നു പീറ്റർ. പക്ഷേ ആ ശാന്തമായ മുഖംമൂടിക്ക് പിന്നിൽ ഒളിച്ചിരുന്നത് ലോകം കണ്ട ഏറ്റവും ക്രൂരനായ സെക്ഷൽ സീരിയൽ കില്ലർ ആയിരുന്നു. പെട്ടെന്നൊരു ദിവസമല്ല ഒരു മനുഷ്യൻ സീരിയൽ കില്ലറായിട്ട് മാറുന്നത്. അതിനു പിന്നിൽ വർഷങ്ങൾ നീണ്ട കഥകളുണ്ട്. യാതനയുടെ കഥകൾ, അവഗണനയുടെ കഥകൾ, ആത്മാഭിമാനത്തിലേറ്റ മുറിവുകളുടെ കഥകൾ.
പീറ്റർ കുർട്ടൺ എന്ന കൊലയാളി രൂപപ്പെട്ടതും അവന്റെ ഉള്ളിലെ ഹിംസമൃഗം ജനിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. 1883 മെയ് 26 ഇന്നത്തെ കൊളോൺ നഗരത്തിന്റെ ഭാഗമായ മൽഹൈമിലാണ് അവൻ ജനിച്ചത്. മാതാപിതാക്കളുടെ 13 മക്കളിൽ ഏറ്റവും മൂത്തവനായിരുന്നു പീറ്റർ. അവന്റെ വീട് ജീവിക്കുന്ന ഒരു നരകമായിരുന്നു. ഒറ്റ മുറി മാത്രമുള്ള ആ ചെറിയ ഫ്ളാറ്റിൽ ദാരിദ്ര്യവും പട്ടിണിയും മാത്രവുമല്ല, കടുത്ത ലൈംഗിക അരാജകത്വങ്ങളും മനസാക്ഷിയെ നടക്കുന്ന ക്രൂരതകളും അരങ്ങേറിയിരുന്നു. പീറ്ററിന്റെ ഇളയ സഹോദരങ്ങളിൽ 2 പേർ ശൈശവാവസ്ഥയിൽ തന്നെ പട്ടിണിയും രോഗവും മൂലം മരണപ്പെട്ടു. മണൽ വാർത്തെടുക്കുന്ന ജോലിയായിരുന്നു അവന്റെ പിതാവിന്. ഒരു കടുത്ത മദ്യപാനിയായിരുന്നു അയാൾ. ജോലിയും കഴിഞ്ഞ് മദ്യലഹരിയിൽ ഭ്രാന്ത് പിടിച്ച് വീട്ടിലെത്തുന്ന അയാൾ ഭാര്യയും മക്കളെയും മൃഗീയമായിട്ട് തല്ലിച്ചതയ്ക്കും. ഇതൊരു നിത്യസംഭവമായിരുന്നു. ശാരീരികമായിട്ടുള്ള ആക്രമണം മാത്രമായിരുന്നില്ല, മാനസികമായിട്ടുള്ള വലിയ ആഘാതങ്ങൾ കൂടിയായിരുന്നു തന്റെ മക്കൾക്ക് അയാൾ നൽകിയത്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന ക്രൂരനായ ആ മനുഷ്യൻ തന്റെ മക്കളെല്ലാം വിളിച്ച് ആ മുറിയിൽ അണിനിരത്തും. എന്നിട്ട് അവരുടെ അമ്മയെ അവരുടെ കൺമുൻപിൽ വെച്ച് മൃഗീയമായിട്ട് ബലാത്സംഗം ചെയ്യും. ഈ ക്രൂരത കാണുവാനായിട്ട് അയാൾ ആ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചു. ആ നരകത്തിൽ നിന്നും മോചനം ലഭിക്കുവാനായിട്ട് അവർക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഒടുവിൽ അയാൾ 13 വയസ്സുള്ള തന്റെ മൂത്ത മകളെ പലവട്ടം പീഡിപ്പിച്ചതിന് പോലീസിന്റെ പിടിയിലാവുകയും കോടതി അയാൾക്ക് കഠിന തടവ് വിധിച്ച് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ മാത്രമാണ് പീറ്ററിന്റെ അമ്മയ്ക്ക് ആ നരകത്തിൽ നിന്നും ഒരു മോചനം ലഭിച്ചത്. 1897 അവർ നിയമപരമായിട്ട് വേർപിരിയുകയും പിന്നീട് വേറെ വിവാഹം കഴിച്ച് ഡ്യൂസൽഡോർഫിലേക്ക് താമസം മാറ്റുകയും ചെയ്തു. എന്നാൽ ഈ കടുത്ത ക്രൂരതയുടെ നടക്കുന്ന കാഴ്ചകൾ ആ കുഞ്ഞു മനസ്സുകളിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. പ്രത്യേകിച്ചും പീറ്ററിനെയായിരുന്നു അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കാരണം കുടുംബത്തിലെ ഏറ്റവും മൂത്ത കുട്ടിയായിരുന്നു അവൻ. അതുകൊണ്ട് തന്നെ പിതാവിന്റെ കൊടിയ പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വന്നതും അവനായിരുന്നു. ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, പീറ്ററിനെയും അയാൾ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിരുന്നു. പിതാവിനോടുള്ള ഭയം മൂലം, താൻ ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന പേടി മൂലം പലപ്പോഴും സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകുവാനായിട്ട് അവൻ വിസമ്മതിച്ചിരുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അത് അനുഭവിച്ച ആ കുട്ടികളുടെ കാര്യമോ? നമുക്കൊന്നും ചിന്തിക്കുവാൻ പോലും കഴിയില്ല. പിൽക്കാലത്ത് തൻ്റെ പിതാവിനെ താൻ ഒരിക്കലും സ്നേഹിച്ചിരുന്നില്ല എന്നും വളരെ ചെറിയ പ്രായം മുതലേ ഒരു രാക്ഷസൻ എന്ന നിലയിലാണ് താൻ അയാളെ കണ്ടതെന്നും അവൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പീറ്ററിൻ്റെ 8ാമത്തെ വയസ്സിൽ അവൻ്റെ ഉള്ളിലെ മൃഗം പുറത്തു വരുവാനായിട്ട് തുടങ്ങിയിരുന്നു. അതിനവനെ സഹായിച്ചത് അയൽവാസിയായിട്ടുള്ളൊരു കശാപ്പുകാരനായിരുന്നു. അവർ താമസിക്കുന്ന അതേ കെട്ടിടത്തിലാണ് അയാളുടെയും താമസം. 8ാമത്തെ വയസ്സിൽ ഈ കശാപ്പുകാരൻ്റെ സഹായിയായിട്ട് അവൻ ജോലിക്ക് കയറി. ആ മനുഷ്യൻ ലൈംഗിക വൈകൃതങ്ങളുടെ വിളനിലമായിരുന്നു. അയാളുടെ പ്രധാനപ്പെട്ട വിനോദം ഇതായിരുന്നു: തെരുവ് നായ്ക്കളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് അതിനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്ത ശേഷം അതിനെ ജീവനോടെ തൊലിയുരിച്ചു കൊല്ലുക. ഈ ക്രൂരത പീറ്റർ സ്ഥിരമായിട്ട് കണ്ടിരുന്നു. എന്നാൽ ഇത് കണ്ട് ഭയപ്പെടുന്നതിന് പകരമായി 8 വയസ്സുകാരൻ ഈ വൈകൃതങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് അതേപടി പകർത്തുകയാണ് ചെയ്തത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ ലൈംഗിക അഭിനിവേശം അവനിലുണ്ടായി. അതവൻ തീർത്തത് കശാപ്പുശാലയിൽ അറുക്കുവാൻ കൊണ്ടുവന്ന മൃഗങ്ങളിലായിരുന്നു. ആടും പന്നിയും പശുവുമെല്ലാം അവന് കാമം തീർക്കുവാനുള്ള ഉപകരണങ്ങളായി. മൃഗങ്ങളെ കശാപ്പ് ചെയ്യുമ്പോൾ തെറിക്കുന്ന രക്തം കണ്ടാൽ മതിയായിരുന്നു അവന് സ്ഖലനം ഉണ്ടാകുവാൻ. അവന്റെ മനോവൈകല്യത്തിന്റെ മറ്റു ചില ഉദാഹരണങ്ങൾ ഇവയാണ്: വഴിയിൽ ആരെങ്കിലും ആക്സിഡന്റ് പറ്റി ചോരയും ഒലിപ്പിച്ച് കിടക്കുന്നത് കണ്ടാലോ, അതുപോലെ തീപിടുത്തം ഉണ്ടാകുന്നത് കണ്ടാലോ മതി അവന് സ്ഖലനം ഉണ്ടാകും. അതിനുവേണ്ടി അവൻ മനഃപൂർവ്വം കൃഷിയിടങ്ങൾക്ക് തീയിട്ടിരുന്നു. ആളുന്ന അഗ്നിജ്വാലകൾക്കൊപ്പം ഉയരുന്ന എല്ലാം നഷ്ടപ്പെട്ട കർഷകരുടെ വിലാപങ്ങൾ അവന്റെ കാതിന് സംഗീതമായിരുന്നു. ആ സന്തോഷത്തിനു വേണ്ടി അവൻ പാതകളെയും കോഴികളെയും കഴുത്തറുത്തു കൊന്നു. മൃഗങ്ങളുടെ ചീറ്റി ഒഴുകുന്ന രക്തം കണ്ട് നിർവൃതി അടഞ്ഞു. തന്റെ 9ാമത്തെ വയസ്സിലാണ് പീറ്റർ ആദ്യത്തെ കൊലപാതകം നടത്തിയത്. റൈൻ നദിയിൽ ഒരു ചെങ്ങാടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഒരു കൂട്ടുകാരൻ തനിക്ക് നീന്തുവാനായിട്ട് തീരെ അറിയില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടതും അവൻ ആ ബാലനെ ബോധപൂർവം വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. അവൻ വെള്ളത്തിൽ മുങ്ങി താഴ്ന്നത് കണ്ട് അവനെ രക്ഷിക്കുവാനായിട്ട് പുഴയിലേക്ക് ചാടിയ മറ്റൊരു കുട്ടിയെയും അവൻ വെള്ളത്തിന്റെ അടിയിൽ ചവിട്ടി താഴ്ത്തി. കൂടുതൽ നന്നായിട്ട് നീന്തുവാൻ അറിയാവുന്ന 2ാമത്തെ കുട്ടിയെ അവൻ ചങ്ങാടത്തിന്റെ അടിയിൽ പൂർണ്ണ ശക്തിയോടെ അമർത്തി പിടിച്ചു. അവർ പ്രാണവായുവിനു വേണ്ടി വെള്ളത്തിന്റെ അടിയിൽ കിടന്ന് പിടയുന്നത് നോക്കി നിൽക്കുമ്പോൾ അവന് തോന്നിയത് ഭയമായിരുന്നില്ല, മറിച്ച് മറ്റൊരാളുടെ ജീവൻ കവർന്നെടുക്കുന്നതിലൂടെ ലഭിക്കുന്ന പരമമായിട്ടുള്ള അധികാരവും ഒരുതരം വന്യമായിട്ടുള്ള ആനന്ദവുമായിരുന്നു. ആർക്കും ഇതൊരു കൊലപാതകമാണെന്ന് തോന്നിയില്ല. അതൊരു അപകടമരണമായിട്ട് എല്ലാവരും വിശ്വസിച്ചു. പലപ്പോഴും പിതാവിന്റെ മർദ്ദനം സഹിക്കുവാൻ വയ്യാതെ ആഴ്ചകളോളം അവൻ വീട്ടിൽ നിന്നും ഓടിപ്പോകുമായിരുന്നു. ആ സമയത്ത് അവൻ തെരുവിലെ ചെറിയ കള്ളന്മാരുടെയും അനാഥരുടെയും കൂടെയാണ് ജീവിച്ചത്. ആ തെരുവാണ് ആഹാരത്തിനും വസ്ത്രത്തിനുമായിട്ട് ചെറിയ ചെറിയ മോഷണങ്ങൾ എങ്ങനെ നടത്താമെന്ന് അവനെ പഠിപ്പിച്ചത്. സ്കൂളിൽ അവൻ പഠിക്കുവാനായിട്ട് വളരെ മിടുക്കനായിരുന്നുവെങ്കിലും വീട്ടിലെ പീഡനങ്ങൾ കാരണം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. 13ാമത്തെ വയസ്സിൽ അവനൊരു പെൺകുട്ടിയുമായിട്ട് ആദ്യമായിട്ട് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. ഒരു ദിവസം ഇരുവരും ഡേറ്റിംഗിൽ ഏർപ്പെട്ടു. അവൾ തന്റെ വസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുവാനും തന്റെ ശരീരത്തിൽ തൊടുവാനും അവനെ അനുവദിച്ചു. എങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാനുള്ള ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും നിരസിച്ചു. ഇതിൽ നിന്നുമുണ്ടായ കടുത്ത നിരാശ മൂലം പീറ്റർ അവിടെയുള്ള മറ്റു വീടുകളിലെ തൊഴുത്തുകളിലേക്കാണ് പോയത്. ആ തൊഴുത്തിലുള്ള ആടുകളെയും പന്നികളെയും പശുക്കളെയും എന്ന് തുടങ്ങി സകല മൃഗങ്ങളെയും അവൻ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. പിന്നെ അതൊരു പതിവായി. വൈകാതെ അത് അവനൊരു ലഹരിയായിട്ട് മാറി. ഇതിനിടയിൽ അവൻ മറ്റൊരു കാര്യം കൂടി കണ്ടുപിടിച്ചു. മൃഗങ്ങളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ
സ്ഖലനത്തിന് കൃത്യം തൊട്ടു മുൻപ് ആ മൃഗങ്ങളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചാൽ തനിക്ക് കൂടുതൽ തൃപ്തി കിട്ടുന്നുണ്ട്. ഈ വിചിത്രമായ സുഖത്തിനു വേണ്ടി അവൻ നിരന്തരമായിട്ട് മൃഗങ്ങളെ കത്തികൊണ്ട് കുത്തുവാൻ തുടങ്ങി. അതിന്റെ ഫലമായിട്ട് ചോര വാർന്ന നിരവധി മൃഗങ്ങൾ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ രതി വൈകൃതം അധികകാലം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവന് കഴിഞ്ഞില്ല. ഒരിക്കലൊരു പന്നിയെ കത്തികൊണ്ട് കുത്തുന്നതിനിടയിൽ അവൻ നാട്ടുകാരുടെ പിടിയിലായി. കുറച്ചു കാലമായിട്ട് തങ്ങളുടെ തൊഴുത്തിലെ മൃഗങ്ങളെ കൊല്ലുന്നത് ആരാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു അവർ. ഇത് പീറ്ററിന് വലിയ നാണക്കേടായി. അതിനുശേഷം മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന ഏർപ്പാട് അവൻ നിർത്തിവെച്ചു. ഇതേ കാലയളവിൽ തന്റെ പിതാവ് നിരന്തരം പീഡിപ്പിച്ചിരുന്ന സ്വന്തം സഹോദരിയെ ബലാത്സംഗം ചെയ്യുവാനായിട്ട് അവൻ ശ്രമിച്ചുവെന്ന ചില റിപ്പോർട്ടുകളുമുണ്ട്. 1897 സ്കൂൾ പഠനം പൂർത്തിയായപ്പോൾ തന്നെപ്പോലെ ഒരു മൗൾഡർ ആകുവാനായിട്ട് പിതാവ് അവനെ നിർബന്ധിച്ചു. അവനത് സമ്മതിക്കുകയും ഒരു അപ്രന്റീസ് മൗൾഡറായിട്ടൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറുകയും ചെയ്തു. 2 വർഷത്തോളം അവൻ അവിടെ ജോലി ചെയ്തു. പീറ്ററിന്റെ വിചിത്രമായ സ്വഭാവം കൊണ്ട് ജോലി സ്ഥലത്ത് വെച്ച് പലപ്പോഴും അവൻ അവഹേളനങ്ങളും അതുപോലെ കടുത്ത മർദ്ദനങ്ങളും നേരിടേണ്ടി വന്നു. അതോടെ അവൻ ആ ജോലി വെറുത്തു. ഒരു ദിവസം തന്റെ മുതലാളിയുടെ പക്കൽ നിന്നും 300ഓളം മാർക്കുകളും സ്വന്തം വീട്ടിലുണ്ടായിരുന്ന പണവും മോഷ്ടിച്ച് ആ നഗരം വിട്ട് ഒളിച്ചോടി. ആ യാത്ര അവസാനിച്ചത് കോബ്ലൻസ് എന്ന നഗരത്തിലാണ്. അവിടെ വെച്ച് തന്നെക്കാളും ഇരട്ടി പ്രായമുള്ള ഒരു ലൈംഗിക തൊഴിലാളിയെ അവൻ പരിചയപ്പെട്ടു. അവളാകട്ടെ കുർട്ടന് പറ്റിയ ആളുമായിരുന്നു. ഈ സ്ത്രീ ഒരു മസോക്കിസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ ഇണയുടെ വേദനയിൽ ആനന്ദം കണ്ടെത്തുന്ന രതി വൈകൃതത്തിനുടമ. അവളെ മാത്രമല്ല അവളുടെ മകളെയും അവൻ ലൈംഗികമായിട്ട് ഉപയോഗിച്ചു. ഒരേ സമയത്ത് അമ്മയെയും മകളെയും ഉപയോഗിച്ച് തന്റെ സെക്ഷൽ ഫാന്റസിയെ അവൻ തൃപ്തിപ്പെടുത്തി. പിൽക്കാലത്ത് തന്റെ വിചിത്രവും വൈകൃതം നിറഞ്ഞതുമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങൾക്കും ആ സ്ത്രീ പൂർണ്ണമായിട്ടും വഴങ്ങി തരുമായിരുന്നു എന്നവൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കോബ്ലൻസിൽ എത്തി 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയതിന് പോലീസ് അവനെ പിടിച്ചു. കോടതി 1 മാസത്തെ ജയിൽ ശിക്ഷ വിധിച്ചു. 1899 ഓഗസ്റ്റിൽ അവൻ ജയിൽ മോചിതനായി. പക്ഷേ ഈ ജയിൽവാസം അവനെ മറ്റൊരു മനുഷ്യനാക്കിയിരുന്നു. കൊടും ക്രിമിനലായെന്ന് പറയാം. മറ്റു കുറ്റവാളികളുമൊത്തുള്ള സഹവാസം അവനെ പൂർണ്ണമായിട്ടും മാറ്റുകയും വിശാലമായ കുറ്റകൃത്യങ്ങളുടെ ലോകത്തേക്ക് കാലെടുത്ത് വയ്പ്പിക്കുകയും ചെയ്തു. പിന്നീട് തന്റെ ജീവിതത്തിലെ അടുത്ത 19 വർഷങ്ങൾ അവൻ ജയിലിന്റെ അകത്തും പുറത്തുമായിട്ടാണ് കഴിച്ചുകൂട്ടിയത്. ജയിലിൽ വെച്ച് അവന് നിരവധി മോശം അനുഭവങ്ങൾ ഉണ്ടായി. അതാകട്ടെ സമൂഹത്തെ വെറുക്കുവാനായിട്ട് അവനെ പഠിപ്പിച്ചു. പീറ്റർ കുർട്ടന്റെ കുമ്പസാര പ്രകാരം അവൻ നടത്തിയ 1ാമത്തെ കൊലപാതകം 1899 നവംബറിലാണ് നടന്നത്. ഇതവൻ പോലീസിനോട് പറഞ്ഞതാണ്. അന്ന് 18 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവൻ പരിചയപ്പെട്ടു. അവളെ ഡ്യൂസൽഡോർഫിലെ ഹോഫ്ഗാർട്ടൻ എന്ന പബ്ലിക് പാർക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഇരുവരും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിനുശേഷം പീറ്റർ അവളെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. അവൾ മരിച്ചുവെന്ന് ഉറപ്പിച്ച ശേഷം ജഡം അവിടെ തന്നെ ഉപേക്ഷിച്ചു. ഇതാണ് അയാൾ പറഞ്ഞ കഥ. എന്നാൽ ഈ കഥയെ ശരിവയ്ക്കുന്ന യാതൊരു ഔദ്യോഗിക രേഖകളും പോലീസിന് ഇന്നുവരെ ലഭിച്ചിട്ടില്ല. അതിൽ നിന്നും അവർ അനുമാനിച്ചത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ ആ പെൺകുട്ടി അന്ന് പീറ്ററിന്റെ ആക്രമണത്തിൽ ബോധം കെട്ട് വീണതാവും. പിന്നീട് ബോധം വന്നതും അവിടെ നിന്നും രക്ഷപ്പെട്ട് കാണും. നാണക്കേട് ഭയന്ന് അവൾ പോലീസിൽ പരാതിപ്പെട്ട് കാണില്ല. പക്ഷേ ഈ സംഭവത്തോടെ പീറ്റർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: ഇണകളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചാൽ മാത്രമാണ് തനിക്ക് ലൈംഗിക സംതൃപ്തി ഉണ്ടാവൂ. 1900-ൽ സാമ്പത്തിക തട്ടിപ്പ് കേസിലും തോക്ക് ഉപയോഗിച്ച് ഒരാളെ വധിക്കുവാനായിട്ട് ശ്രമിച്ചു എന്നതിന്റെ പേരിലും അയാൾ പിടിയിലായി. കോടതി 4 വർഷത്തെ കഠിന തടവാണ് കൊടുത്തത്. 1904-ൽ ജയിലിൽ നിന്നും പുറത്തു വന്ന അയാൾ ജർമ്മൻ സൈന്യത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിന് ചേർക്കപ്പെട്ടു. മെറ്റ്സ് നഗരത്തിലെ 98 ഇൻഫൻട്രി റെജിമെന്റിലാണ് അയാൾ ജോലി ചെയ്തത്. എന്നാൽ വൈകാതെ പട്ടാള ജീവിതം തനിക്ക് പറ്റിയ തൊഴിലല്ല എന്ന് തിരിച്ചറിഞ്ഞ പീറ്റർ അവിടെ നിന്നും ഒളിച്ചോടി. ആ വർഷമാണ് അവൻ നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വലിയ തീവെപ്പുകൾ നടത്തുവാനായിട്ട് തുടങ്ങിയത്. പ്രധാനമായിട്ടും കന്നുകാലി തൊഴുത്തുകൾക്കും വൈക്കോൽ പുരകൾക്കുമാണ് തീയിട്ടത്. ഒരു നേരമ്പോക്കിന് വേണ്ടിയോ അതുപോലെ ആരോടെങ്കിലും പക വീട്ടുവാനോ ആയിരുന്നില്ല അങ്ങനെ ചെയ്തത്. സർവ്വതും വിഴുങ്ങിക്കൊണ്ട് തീ ആളിക്കത്തുമ്പോൾ പീറ്റർ കുട്ടന് ലൈംഗിക സംതൃപ്തി കിട്ടിയിരുന്നു. ഇതൊരു മനോവൈകല്യമാണ്. പീറ്റർ കുട്ടൻ അടക്കമുള്ള നിരവധി സീരിയൽ കില്ലർമാർക്ക് ഇങ്ങനെയൊരു ശീലമുണ്ടായിരുന്നു. തീ അണയ്ക്കുവാനായിട്ട് ഫയർഫോഴ്സ് കഠിനമായിട്ട് കഷ്ടപ്പെടുന്നത് ദൂരെ മാറി നിന്ന് കാണുന്നത് അവന് വലിയ സന്തോഷമായിരുന്നു. 1ഉം 2ഉമല്ല, ഇങ്ങനെ 24-ലധികം വലിയ തീവെപ്പുകളാണ് അവൻ ആ നഗരത്തിൽ നടത്തിയത്. ആ തൊഴുത്തുകളിൽ അഭയം പ്രാപിച്ചിരുന്ന വീടും നാടുമില്ലാത്ത അനാഥരായിട്ടുള്ള മനുഷ്യർ കൂടി ആ തീയിൽ വെന്തു മരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഭാഗ്യത്തിന് അവരെല്ലാവരും തീ ആളുന്നത് കണ്ട് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു. അതിലവന് നിരാശയും ഉണ്ടായിരുന്നു. 1913 മെയ് 25 അന്നാണ് പോലീസ് റിപ്പോർട്ട് പ്രകാരം പീറ്റർ കുട്ടൻ ആദ്യത്തെ കൊലപാതകം നടത്തിയത്. അവൻ അക്കാലത്ത് മോഷണം നടത്തി വന്ന കെട്ടിടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കെട്ടിടത്തിന്റെ അടിനില ബാറോ അല്ലെങ്കിൽ റെസ്റ്റോറന്റോ ആയിരിക്കും. മുകൾ നിലയിൽ ഉടമസ്ഥർ താമസിക്കും. അത്തരം സ്ഥലങ്ങളായിരുന്നു അവന്റെ ലക്ഷ്യവും. 1913 മെയ് 25 പതിവ് രീതി അനുസരിച്ച് കോൾ മൈഹൈമിലുള്ള ഒരു ഹോട്ടലിന്റെ മുകളിലത്തെ മുറിയിൽ മോഷണത്തിന് വേണ്ടി അവൻ കയറി. അപ്പോഴാണ് ജനലിനോട് ചേർന്ന് കിടന്നുറങ്ങുന്ന 9 വയസ്സുകാരിയായ ക്രിസ്റ്റീൻ ക്ലീൻ എന്ന ബാലികയെ കണ്ടത്. അടുത്ത നിമിഷം പീറ്ററിന്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. യാതൊരു ദയയുമില്ലാതെ അവൻ ഇടതു കൈകൊണ്ട് അവളുടെ വായ പൊത്തിപ്പിടിച്ചു. 1.5 മിനിറ്റോളം ആ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ചു. ക്രിസ്റ്റീൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ചുവെങ്കിലും പെട്ടെന്ന് തന്നെ ബോധരഹിതയായി. പീറ്ററിന്റെ കൈവശം ചെറുതെങ്കിലും മൂർച്ചയുള്ള ഒരു പോക്കറ്റ് റേസർ ഉണ്ടായിരുന്നു. അവൻ ആ കുട്ടിയുടെ തലമുടിയിൽ മുറുകെ പിടിച്ചു. തല പിന്നിലോട്ട് മലർത്തി. പിന്നെ അവളുടെ കഴുത്തറുത്തു.
ഏകദേശം 3 മിനിറ്റിന്റെ ഉള്ളിൽ ഈ കൊലപാതകം പൂർത്തിയാക്കി. ഈ ക്രൈമിലെ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. ക്രിസ്റ്റീന്റെ കഴുത്തിൽ നിന്നും ചോര ചീറ്റി നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടതും അവന് ശക്തമായിട്ടുള്ള സ്ഖലനം സംഭവിച്ചു. ഇത് അവൻ പിന്നീട് കോടതിയിൽ തുറന്നു പറഞ്ഞിരുന്നു. കൊലയ്ക്ക് ശേഷം പീറ്റർ ആ മുറിയുടെ വാതിലുകൾ പുറത്തുനിന്നും ഭദ്രമായിട്ട് പൂട്ടി. പിന്നെ ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്നും ശാന്തനായിട്ട് രക്ഷപ്പെട്ടു. അതിന്റെ തൊട്ടടുത്ത ദിവസം ക്രിസ്റ്റീനെ കൊലപ്പെടുത്തിയ കെട്ടിടത്തിന് നേരെ എതിർവശത്തുള്ള ഒരു മദ്യശാലയിലിരുന്ന് അവൻ മദ്യപിച്ചു. അവിടെയുള്ള ജനങ്ങൾ മനസാക്ഷിയെ മരവിപ്പിച്ച ഈ കൊലയെക്കുറിച്ച് എന്താണ് പറയുന്നത്, അവരുടെ ചർച്ചകൾ എന്താണ്, ഇത് കേൾക്കുവാനായിരുന്നു അവൻ വന്നത്. പേടിച്ചരണ്ട ജനങ്ങളുടെ ആ സംഭാഷണങ്ങൾ അയാൾ വളരെ ശ്രദ്ധയോടെ കേട്ടു. ആ ബാറിൽ ഉണ്ടായിരുന്ന ആളുകളുടെ മുഖത്ത് കാണപ്പെട്ട അറപ്പും കടുത്ത ദേഷ്യവും കണ്ടപ്പോൾ അയാൾക്ക് വലിയ ആനന്ദമുണ്ടായി. ഈ സംഭവത്തിന് ശേഷം അവൻ ആ പെൺകുട്ടിയുടെ കല്ലറ പലപ്പോഴും സന്ദർശിക്കാറുണ്ടായിരുന്നു. കല്ലറയ്ക്ക് മുകളിലെ മണ്ണിൽ തൊടുമ്പോൾ പോലും അയാൾക്ക് ഉത്തേജനം ഉണ്ടാവുകയും സ്ഖലനം സംഭവിക്കുകയും ചെയ്തു. ഈ കേസിൽ പീറ്ററിനെ ആരും സംശയിച്ചില്ല. കാരണം പോലീസിന് സംശയിക്കുവാനായിട്ട് മറ്റൊരാളെ കിട്ടിയിരുന്നു. ക്രിസ്റ്റീന്റെ മരണത്തിന്റെ തലേ ദിവസം അവളുടെ പിതാവുമായിട്ട് കുട്ടിയുടെ അമ്മാവൻ വലിയ വഴക്കുണ്ടാക്കിയിരുന്നു. ഇവർ തമ്മിലുള്ള വഴക്ക് പലരും നേരിൽ കണ്ടതുമാണ്. വാക്ക് തർക്കത്തിന്റെ ഇടയിൽ കുട്ടിയുടെ അമ്മാവൻ പിതാവിനോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നിന്റെ ജീവിതകാലം മുഴുവനും ഓർക്കുന്ന വിധത്തിൽ എന്തെങ്കിലും നിന്നോട് ഞാൻ ചെയ്യും. അതോടെ പോലീസിന്റെ അന്വേഷണം അയാളെ ചുറ്റിപ്പറ്റിയായി. അയാൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. എങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അഭാവത്തിൽ ജൂറി അയാളെ വെറുതെ വിട്ടു. ഈ കേസ് അടുത്ത 18 വർഷത്തേക്ക് തെളിയിക്കപ്പെടാതെ കിടന്നു. പിന്നീട് പീറ്റർ കുട്ടൻ പിടിയിലായപ്പോഴാണ് സത്യം പുറത്തേക്ക് വന്നത്. അത്രയും കാലം മരുമകളെ കൊല ചെയ്തവനെന്ന അപമാനവും ചുമന്ന് അയാൾക്ക് ജീവിക്കേണ്ടി വന്നു. വൈകാതെ സൈന്യത്തിൽ നിന്നും ഒളിച്ചോടിയതിനും നഗരത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തിയ തീവെപ്പുകൾക്കും കവർച്ചകൾക്കും പീറ്റർ കൂട്ടം വീണ്ടും പിടിയിലായി. ഇത്തവണ കോടതി അവന് 8 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. ജയിലിലെ മോശം പെരുമാറ്റം കാരണം അവനെ ഏകാന്ത തടവിന് വിധിച്ചു. അടച്ചിട്ട ആ ജയിൽ മുറിയിലെ മടുപ്പിക്കുന്ന ഏകാന്തതയിൽ ഇരുന്നവൻ തന്റെ വികലമായിട്ടുള്ള ഭാവനയിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ക്രൂരമായിട്ട് കൊന്ന് അവരിൽ തന്റെ സെക്ഷൽ ഫാന്റസികൾ നടപ്പിലാക്കുന്നത് ദിവാസ്വപ്നം കണ്ടു. അവൻ കണ്ട സ്വപ്നങ്ങൾ ഇതായിരുന്നു: ആയിരക്കണക്കിന് ആളുകൾ മരിക്കുവാനായിട്ട് ഇടയാകും വിധം ട്രെയിൻ പാളങ്ങൾ തകർക്കുക, നഗരത്തിലെ കുടിവെള്ള സംഭരണിയിൽ വിഷം കലക്കി ആയിരങ്ങളെ കൊല്ലുക, സ്കൂളുകളിലോ അതുപോലെ ഓർഫനേജുകളിലോ പോയിട്ട് വിഷമടങ്ങിയ ചോക്ലേറ്റുകൾ നൽകി കുട്ടികളെ കൊല്ലുക. ദിവസത്തിന്റെ ഭൂരിഭാഗം സമയവും ഇത്തരം മനക്കോട്ടയിലാണ് അവൻ ജീവിച്ചത്. ഏകാന്ത തടവിൽ കിടക്കുന്ന സമയത്ത് താൻ ചെയ്യുവാനായിട്ട് പോകുന്ന കൊലപാതകങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ അവന് കടുത്ത ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമായിരുന്നു. 1921 പീറ്റർ കുട്ടൻ ജയിൽ മോചിതനായി. ആൾട്ടൻബർഗ് എന്ന സ്ഥലത്ത് താമസവും തുടങ്ങി. അവിടെ വെച്ചാണ് അഗസ്റ്റാഷ എന്ന പോളണ്ടുകാരിയെ പരിചയപ്പെട്ടത്. അഗസ്റ്റയെ പീറ്ററിന് പരിചയപ്പെടുത്തി കൊടുത്തത് അവന്റെ മൂത്ത സഹോദരിയായിരുന്നു. വൈകാതെ ഇരുവരും പ്രണയത്തിലായി. വിവാഹവും കഴിഞ്ഞു. പുറമേ നിന്നും നോക്കുന്ന മൂന്നാമതൊരാൾക്ക് അവരെ ഒരു സാധാരണ ദമ്പതികളായിട്ട് തോന്നുമെങ്കിലും ഇരുവരും ചില ഇരുണ്ട രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. പീറ്ററിന്റെ ഭാര്യ അഗസ്റ്റയ്ക്കും ഒരു ഇരുണ്ട ഭൂതകാലം ഉണ്ടായിരുന്നു. 1896 ബെർലിനിൽ ജോലി അന്വേഷിച്ചു വന്ന അഗസ്റ്റ അവിടെ വെച്ചൊരു യുവാവിനെ പരിചയപ്പെട്ടു. ഇരുവരും ഒരുമിച്ച് താമസവും തുടങ്ങി. പിന്നീട് അവർ ലീപ്സിഗ് എന്ന നഗരത്തിലേക്ക് താമസം മാറി. അവിടെ വെച്ച് തന്നെ വിവാഹം കഴിക്കണമെന്ന് കാമുകനോട് അവൾ ആവശ്യപ്പെട്ടു. പക്ഷെ അയാളത് നിരസിച്ചു. അതോടെ സമനില തെറ്റിയ അഗസ്റ്റ 1903 തന്നെ വഞ്ചിച്ച കാമുകനെ വെടിവെച്ചു കൊന്നു. ഈ കേസിൽ 5 വർഷത്തെ ജയിൽ ശിക്ഷയും കിട്ടി. താനൊരു കൊലയാളിയാണെന്നും തന്നെ വഞ്ചിച്ച കാമുകനെ കൊന്ന കാര്യവുമെല്ലാം അവൾ പീറ്ററിനോട് തുറന്നു പറഞ്ഞു. പക്ഷേ പീറ്റർ താൻ ചെയ്ത കൊടും ക്രൂരതകൾ അവളിൽ നിന്നും മറച്ചുവെച്ചു. അവൻ അവളെ ഒരിക്കലും ഉപദ്രവിച്ചില്ല. മാന്യനായ ഒരു നല്ല ഭർത്താവായിട്ട് അവളോടൊത്ത് ജീവിച്ചു. എന്നാൽ അവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ ഓടിയിരുന്ന ചിത്രങ്ങൾ മറ്റുള്ളവരെ ക്രൂരമായിട്ട് കശാപ്പ് ചെയ്യുന്നതായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഭാവനയെ കണ്ടാൽ മാത്രമായിരുന്നു അയാൾക്ക് ഉത്തേജനം കിട്ടിയിരുന്നുള്ളൂ. വൈകാതെ അയാൾ ഒരു സ്ഥിരജോലി കണ്ടെത്തി. ഒരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനായി. ഇതോടെ സമൂഹത്തിൽ 4 ആൾ അറിയപ്പെടുന്ന ഒരു മാന്യൻ എന്ന പദവിയിലേക്ക് ഉയർന്നു. 1925 അവർ ഡ്യൂസൽഡോർഫിലേക്ക് താമസം മാറി. അവിടെ വെച്ച് പീറ്ററിന്റെ സ്വഭാവം വീണ്ടും വഷളായി. അവൻ പല സ്ത്രീകളുമായിട്ടും അവിഹിത ബന്ധങ്ങൾ സ്ഥാപിച്ചു. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ അവൻ അവരെ കഴുത്തിഞ്ഞിരിച്ച് കൊലപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. വൈകാതെ അഗസ്റ്റ ഇത് കണ്ടുപിടിക്കുകയും നേരെ പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അതും കൂടാതെ പീറ്ററിന്റെ ക്രൂരതയ്ക്ക് ഇരയായിട്ടുള്ള 2 സ്ത്രീകളും അവനെതിരെ മൊഴിയും നൽകി. ഇത്തവണ ലൈംഗിക അതിക്രമത്തിന് 8 മാസത്തെ ജയിൽ ശിക്ഷയാണ് കിട്ടിയത്. വൈകാതെ ഡ്യൂസൽഡോർഫ് നഗരം വിട്ട് താൻ പോയിക്കൊള്ളാമെന്ന നിബന്ധനയോടെ അവൻ പുറത്തിറങ്ങി. തൊട്ടു പിന്നാലെ ഇതിനെതിരെ അപ്പീൽ നൽകി. എന്നിട്ട് ആ നഗരത്തിൽ തുടരുവാനുള്ള അനുമതിയും വാങ്ങി. അതിനുശേഷം ആ നഗരത്തിൽ അരങ്ങേറിയത് ക്രൂരമായ മനുഷ്യ കശാപ്പുകളുടെ പരമ്പരയായിരുന്നു. നഗരം ചോര വീണു കുതിർന്നു. 1929 ഫെബ്രുവരി 3 അപ്പളോണിയ കൂൺ എന്ന മധ്യവയസ്ക അന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു. ഒരു നിഴല് പോലെ പീറ്റർ കുട്ടൻ അവരെ പിന്തുടർന്നു. അപ്പളോണിയ ആൾസഞ്ചാരമില്ലാത്തൊരു സ്ഥലത്ത് വന്നതും സമീപത്തുണ്ടായിരുന്ന കാട്ടുപൊന്തകൾക്ക് മറവിൽ ഒളിച്ചിരുന്ന പീറ്റർ അവരെ പിന്നിൽ നിന്നും ആക്രമിച്ചു. അവളുടെ കോട്ടിന്റെ കോളറിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ശബ്ദമുണ്ടാക്കരുത്. പിന്നെ കൈവശമുള്ള മൂർച്ചയുള്ള കത്രി ഉപയോഗിച്ച് അവളുടെ തലയിലും നെഞ്ചിലും കൈകളിലുമായിട്ട് 24 തവണ തുടർച്ചയായിട്ട് കുത്തി. മാരകമായിരുന്നു ആ ആക്രമണം.
ചില കുത്തുകൾ അവളുടെ അസ്ഥികളിൽ വരെ കൊണ്ടു. അതിനുശേഷം പീറ്റർ അവിടെ നിന്നും ഓടി മറഞ്ഞു. ഗുരുതരമായിട്ടുള്ള പരിക്ക് ഏറ്റുവെങ്കിലും അത്ഭുതകരമായിട്ട് അപ്ലോണിയ രക്ഷപ്പെട്ടു. അവൾ പോലീസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തന്നെ ആക്രമിച്ചത് തികച്ചും സാധാരണക്കാരനായിട്ടുള്ളൊരു മനുഷ്യനാണ്. എന്നാൽ അവന്റെ കണ്ണുകളിൽ ഭയപ്പെടുത്തുന്ന എന്തോ ഒന്ന് താൻ കണ്ടു. ഈ സംഭവം നടന്ന 6 ദിവസം കഴിഞ്ഞു. ഫെബ്രുവരി 8. അന്ന് വൈകുന്നേരം തന്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്നും ഒറ്റയ്ക്ക് മടങ്ങുകയായിരുന്നു 9 വയസ്സുകാരിയായ റോസ ഊലിഗർ. ആ കുട്ടി അന്ന് വീട്ടിലെത്തിയില്ല. അതിന്റെ അടുത്ത ദിവസം ഫെബ്രുവരി 9-ാം തീയതി അതിരാവിലെ റോസയുടെ ജഡം ഫ്ലിങ്കൻ ജില്ലയിലെ ഒരു വേലിക്ക് താഴെ നിന്നും കണ്ടെത്തി. അവളുടെ നെഞ്ചിന്റെ ഇടതുഭാഗത്തായിട്ട് 13 കത്രിയ കുത്തുകൾ ഉണ്ടായിരുന്നു. അതിൽ 5 എണ്ണം അവളുടെ ഹൃദയം തുളച്ചു കയറിയിരുന്നു. റോസയെ മറ്റെവിടെയോ വെച്ച് കഴുത്ത് ഞെരിച്ച് ബോധം കെടുത്തിയ ശേഷം ഇവിടേക്ക് കൊണ്ടുവന്ന് കൊലയാളി കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. റോസ മരിച്ചുവെന്ന് ഉറപ്പാക്കിയ ശേഷം അവളുടെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് പീറ്റർ തീയിട്ടു. തീജ്വാലകൾ ആ കൊച്ചു ശരീരത്തെ വിഴുങ്ങുന്നത് കണ്ടപ്പോൾ അവന് സ്ഖലനമുണ്ടായി. റോസയുടെ മരണം കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് ശേഷം ഫെബ്രുവരി 13-ന് കൊലയാളി വീണ്ടും മാഞ്ഞടിച്ചു. 45 വയസ്സുകാരനായ റുഡോൾഫ് ഷീർ എന്ന മെക്കാനിക്കായിരുന്നു ഇത്തവണ കൊല്ലപ്പെട്ടത്. അന്ന് വൈകിട്ട് അമിതമായിട്ട് മദ്യപിച്ച് ലക്ക് കെട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു റുഡോൾഫ്. പിന്നിൽ നിന്നും അയാളെ ആക്രമിച്ച പീറ്റർ കത്തി ഉപയോഗിച്ച് 20 തവണയാണ് അയാളെ കുത്തിയത്. പ്രധാനമായിട്ടും അയാളുടെ കഴുത്തിലും തലയുടെ വശങ്ങളിലും കുത്തേറ്റു. ഈ കൊലയ്ക്ക് ശേഷം പീറ്റർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ഒട്ടും സമയം കളയാതെ രക്തം പുരണ്ട വസ്ത്രങ്ങൾ മാറിയിട്ട് ഒന്നും അറിയാത്തൊരു കാഴ്ചക്കാരനെ പോലെ അവിടേക്ക് വീണ്ടും വന്നു. അപ്പോഴേക്കും സംഭവ സ്ഥലത്ത് പോലീസും ആൾക്കൂട്ടവും ഒത്തുകൂടിയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരോട് താൻ ഈ കൊലയെക്കുറിച്ചുള്ള വിവരം ഫോണിലൂടെ അറിഞ്ഞു വന്നതാണെന്നൊരു കൂസലുമില്ലാതെ കള്ളം പറഞ്ഞു. പിന്നെ ആ ജനക്കൂട്ടത്തിനിടയിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് പോലീസിന്റെ നടപടികളും ജനങ്ങളുടെ മുഖത്ത് കാണപ്പെട്ട ഭയവും കണ്ട് ആസ്വദിച്ചു. പോലീസ് വലിയ ആശയക്കുഴപ്പത്തിലായി. ഇരകളുടെ പ്രായവും ലിംഗവ്യത്യാസവും അവരെ കുഴക്കി. കൊലയാളി ഒരാളാണോ അതോ ഒരു സംഘം ആളുകളാണോ എന്ന് അവർ സംശയിച്ചു. ഇതുവരെ നടന്ന 3 കൊലയും ഒരേ ജില്ലയിലാണ് നടന്നത്. എങ്കിലും കൊലപാതക രീതികൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ഇതിനിടയിൽ സ്റ്റാൾസ്ബർഗ് എന്ന 20 വയസ്സുള്ള ഒരു മാനസിക രോഗി നഗരത്തിൽ വെച്ച് ചില സ്ത്രീകളെ കയറുപയോഗിച്ച് കഴുത്ത് ഞെരിച്ച് കൊല്ലുവാനായിട്ട് ശ്രമിച്ചിരുന്നു. അയാൾ നടത്തിയ ആക്രമണങ്ങളുടെ രീതി വെച്ച് ഫ്ലിങ്കനിൽ നടന്ന ഈ കൊലകൾക്ക് പിന്നിൽ അയാളാണെന്ന് പോലീസ് വിചാരിച്ചു. പോലീസ് സ്റ്റാൾസ്ബർഗിനെ അറസ്റ്റ് ചെയ്തു. പോലീസ് അവനെ ചോദ്യം ചെയ്തു. അപ്പോൾ സ്റ്റാൾസ്ബർഗ് ഈ 3 കൊലയും ചെയ്തത് താനാണെന്ന് വ്യാജ കുറ്റസമ്മതം നടത്തി. പോലീസിനും ആശ്വാസമായി. അവസാനം പ്രതിയെ കിട്ടിയിരിക്കുന്നു. ഇനി നഗരം സുരക്ഷിതമാണ്. അതേ സമയത്ത് യഥാർത്ഥ കൊലയാളി അടുത്ത കൊലപാതക പരമ്പരയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. 1929 ഓഗസ്റ്റ് മാസം ഡ്യൂസൽഡോർഫ് നഗരം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭയാനകമായിട്ടുള്ള കുറ്റകൃത്യമായിരുന്നു അന്ന് നടന്നത്. ഓഗസ്റ്റ് 8-ന് മരിയ ഹാൻ എന്ന 22 വയസ്സുള്ള ഒരു യുവതി പീറ്റർ കുട്ടന്റെ കെണിയിൽപ്പെട്ടു. വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചു നടക്കുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു അവൾ. അവളുമായിട്ട് പീറ്റർ പരിചയപ്പെട്ടു. താൻ അവളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി. ഓഗസ്റ്റ് 11-ന് മനോഹരമായ കാഴ്ചകളും ആസ്വദിച്ച് നമുക്കൊരു യാത്രയ്ക്ക് പോകാമെന്ന് അവൻ അവളോട് പറഞ്ഞു. നഗരത്തിന് പുറത്തുള്ള വിജനമായിട്ടുള്ള ഒരു കാട്ടിലേക്കാണ് മരിയെ അവൻ കൊണ്ടുപോയത്. അവിടെ വെച്ച് അത്രയും നേരം അവന്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു. അവന്റെ കണ്ണുകൾ ഇരുണ്ടു. പീറ്റർ മരിയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും കഴുത്ത് ഞെരിക്കുകയും പലതവണ കത്തികൊണ്ട് കുത്തുകയും ചെയ്തു. ജീവന് വേണ്ടി അവൾ യാചിച്ചുവെങ്കിലും അവൻ യാതൊരു കരുണയും കാണിച്ചില്ല. ഒടുവിൽ അവളുടെ കഴുത്തറുത്ത ശേഷം ആ മുറിവിലേക്ക് ചുണ്ടുകൾ അമർത്തി ആർത്തിയോടെ ആ ചോര കുടിച്ചു. അളവിലധികം ചോര കുടിച്ചത് കാരണം അവന് കടുത്ത ഛർദിൽ വരെ ഉണ്ടായി. മരിയയുടെ ജഡം അവിടെ തന്നെയുള്ള ഒരു ചോളപ്പാറത്ത് കുഴിച്ചിട്ടു. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ജനങ്ങളെ ഭീതിയിലാഴ്ത്തുവാനായിട്ട് ആ ജഡം പുറത്തെടുത്ത് ഒരു മരക്കുരിശിൽ കെട്ടിവെക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. എന്നാൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. ഇതിനോടകം മരിയയുടെ ശരീരം അഴുകിയിരുന്നു. കനത്ത ഭാരം മൂലം അതൊന്ന് ഉയർത്തുവാൻ പോലും അവന് കഴിഞ്ഞില്ല. അവൻ ആ ശവശരീരത്തെ കെട്ടിപ്പിടിക്കുകയും തലോടുകയും ചെയ്തു. ശേഷം അവിടെ തന്നെ കുഴിച്ചിട്ടു. ഈ പ്രവൃത്തിക്കിടയിൽ അയാൾക്ക് വീണ്ടും സ്ഖലനമുണ്ടായി. ഓഗസ്റ്റ് 21-ന് അവൻ കത്തി ഉപയോഗിച്ച് 3 പേരെ ആക്രമിച്ചു. എന്നാൽ അവർ 3 പേരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ഓഗസ്റ്റ് 24 അന്ന് നഗരത്തിൽ ഒരു വ്യാപാരമേള നടക്കുകയായിരുന്നു. 5 വയസ്സുകാരിയായ ഗട്രൂഡ് ഹമാക്കയും അവളുടെ 14 വയസ്സുള്ള ദത്ത് സഹോദരി ലൂയിസ ലെൻസനും മേളയിൽ പങ്കെടുത്ത് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. വഴിയിൽ വെച്ച് പീറ്റർ 2 കുട്ടികളെ കണ്ടുമുട്ടി. എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് അവൻ അവരോട് ചോദിച്ചു. മറ്റൊന്നുമല്ല, തന്റെ സിഗരറ്റ് പാക്കറ്റ് തീർന്നുപോയി. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിക്കൊണ്ടുവരണം. മൂത്തവളായ ലൂയിസയുടെ കൈവശം സിഗരറ്റ് വാങ്ങുവാനുള്ള പണം കൊടുത്തു. അവൾ മടങ്ങി വരും വരെ അനുജത്തിയെ താൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. ലൂയിസ സിഗരറ്റ് വാങ്ങുവാനായിട്ട് പോയതിന്റെ തൊട്ടു പിന്നാലെ അയാൾ ആ 5 വയസ്സുകാരുടെ വായും മൂക്കും കുത്തി അടുത്തുള്ള കാട്ടിലേക്ക് വലിച്ചടിച്ചു. അവിടെ വെച്ച് ഗട്രൂഡിനെ കഴുത്തറുത്തു കൊന്നു. വൈകാതെ ലൂയിസ സിഗരറ്റും വാങ്ങി തിരിച്ചു വന്നു. അനുജത്തി എവിടെയെന്ന് അവൾ ചോദിച്ചു. നീയും അവളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പീറ്റർ അവളെയും കടന്നു പിടിച്ചു. പിന്നെ കാട്ടിലേക്ക് വലിച്ചടിച്ചു. ലൂയിസ കുതിറി നോക്കി. രക്ഷപ്പെടുവാനായിട്ട് കിണഞ്ഞു ശ്രമിച്ചു. സാധിച്ചില്ല. അടുത്ത നിമിഷം അവളുടെ കഴുത്തിൽ അവൻ കത്തി കുത്തി ഇറക്കി. കുട്ടികളുടെ കഴുത്തിൽ നിന്നും ചീറ്റിയ രക്തം കണ്ട് പീറ്റർ ഉന്മാദിയായി. ആ മുറിവുകളിൽ നേരിട്ട് വായ വെച്ച് അവരുടെ ചോര അവൻ ഈമ്പി കുടിച്ചു. ഈ സംഭവത്തോടെയാണ് നഗരത്തിലെ അജ്ഞാതനായിട്ടുള്ള കൊലയാളിയെ ഡ്യൂസൽഡോർഫിലെ വാമ്പയർ എന്ന് മാധ്യമങ്ങൾ വിളിച്ചത്. പിന്നെ ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു അവന്റെ പ്രവൃത്തികൾ.
അന്ന് തന്നെ രാത്രിയിൽ അവൻ ഗർട്രൂഡ് ഷൂൾസ് എന്ന 26 വയസ്സുള്ള ഒരു വേലക്കാരിയെ കണ്ടുമുട്ടി. തൻ്റെ കൂടെ അല്പസമയം ചെലവഴിക്കുവാനായിട്ട് അവൻ അവളെ ക്ഷണിച്ചു. എന്നാൽ ഗർട്രൂഡ് അത് നിരസിച്ചു. നിന്റെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനും ഭേദം മരിക്കുന്നതാണ് നല്ലതെന്ന് അവൾ അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അടുത്ത നിമിഷം പീറ്റർ മറച്ചുവെച്ച കത്തി ഉയർത്തി. അങ്ങനെയെങ്കിൽ നീ മരിക്കുക എന്നലറിക്കൊണ്ട് അവളുടെ കഴുത്തിൽ കുത്തിയിറക്കി. പിന്നെ ശരീരം മാസകലം കുത്തി. അവസാനത്തെ കുത്ത് അങ്ങേയറ്റം മാരകമായിരുന്നു. കത്തിയുടെ ബ്ലേഡ് അവളുടെ ശരീരത്തിൽ വെച്ച് ഒടിഞ്ഞുപോയി. അപ്പോഴേക്കും ഒച്ചയും ബഹളവും കേട്ട് അവിടേക്ക് ആളുകൾ ഓടിക്കൂടുവാൻ തുടങ്ങി. പീറ്റർ അവിടെ നിന്ന് മൂടി രക്ഷപ്പെട്ടു. മാരകമായ പരിക്ക് പറ്റിയെങ്കിലും ഗർട്രൂഡ് മരിച്ചില്ല, അതിജീവിച്ചു. പോലീസിനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കുവാനായിട്ട് പീറ്റർ തന്റെ ആയുധം മാറ്റുവാനായിട്ട് തീരുമാനിച്ചു. അടുത്ത തവണ കത്തിക്ക് പകരം ഒരു വലിയ ചുറ്റിയും കൊണ്ടാണ് അവൻ നരവേട്ടയ്ക്കിറങ്ങിയത്. സെപ്റ്റംബർ 30-ന് എഡാ റോയിട്ടർ എന്ന 31 വയസ്സുള്ള വേലക്കാരിയെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും അടിവസ്ത്രങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു. പോലീസിന്റെ അന്വേഷണം വഴിതിരിച്ചു വിടുവാനാണ് ഇങ്ങനെ ചെയ്തത്. ഒക്ടോബർ 11-ന് എലിസബത്ത് ഡോറിയ എന്ന 22 വയസ്സുകാരി ഒരു തിയേറ്ററിന് പുറത്തു വെച്ച് പീറ്റർ പരിചയപ്പെട്ടു. അതിനുശേഷം അവളെയും കൂട്ടിക്കൊണ്ട് സമീപത്തുള്ള വനത്തിലേക്ക് നടന്നു. അവിടെ വെച്ച് എലിസബത്തിനെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. ഈ കൊല നടന്ന് 14 ദിവസങ്ങൾ കഴിഞ്ഞു. ഒക്ടോബർ 25 അന്ന് രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു പോവുകയായിരുന്നു 34 വയസ്സുള്ളൊരു സ്ത്രീ. അവളെ സമീപിച്ച് അവൻ ഇങ്ങനെ ചോദിച്ചു, നിനക്ക് ഒറ്റയ്ക്ക് ഇതുവഴിക്ക് നടക്കുവാനായിട്ട് ഭയമില്ലേ? ഇവിടെ ഒരു കൊലയാളി ഉണ്ടെന്ന് അറിയില്ലേ? അവൻ ഇതിനോടകം തന്നെ ഒരുപാട് പേരെ കൊന്ന കാര്യവും നിനക്കറിയില്ലേ? എന്നാൽ അവൾ അവൻ്റെ ചോദ്യം അവഗണിച്ചുകൊണ്ട് മുൻപോട്ട് നടന്നു. അടുത്ത നിമിഷം പിന്നിൽ നിന്നും അവളുടെ തലയെ ചുറ്റി ഉപയോഗിച്ച് പീറ്റർ ആഞ്ഞടിച്ചു. എന്നിട്ട് ഓടി രക്ഷപ്പെട്ടു. അന്ന് രാത്രിയിൽ ഹോഫ് ഗാർഡൻ എന്ന സ്ഥലത്ത് വെച്ച് മറ്റൊരു സ്ത്രീയെ സമാനമായിട്ട് ആക്രമിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ ചുറ്റിക വരെ ഒടിഞ്ഞു പോയിരുന്നു. ഭാഗ്യത്തിന് ഇവർ രണ്ടുപേരും ജീവനോടെ രക്ഷപ്പെട്ടു. നവംബർ 7-നാണ് അവസാനത്തെ കൊലപാതകം നടന്നത്. 5 വയസ്സുകാരിയായ ഗർട്രൂഡ് ആൽബർമാൻ ആയിരുന്നു അന്ന് കൊല്ലപ്പെട്ടത്. ഈ കുട്ടിയെ ആളൊഴിഞ്ഞ ഒരു പറമ്പിലേക്ക് ആകർഷിച്ചവൻ കൊണ്ടുപോയി. അവിടെ വെച്ച് ആ ബാലികയുടെ കഴുത്തി ഞെരിക്കുകയും 36 തവണ കത്തിക്കൊണ്ട് കുത്തുകയും ചെയ്തു. ആ കുഞ്ഞ് മരണത്തോട് മല്ലിടുമ്പോഴും അവൻ അവളെ പീഡിപ്പിച്ചു. നഗരം അക്ഷരാർത്ഥത്തിൽ ഭയന്നു വിറച്ചു. അന്വേഷണം എങ്ങും എത്തിയില്ല. 1929-ന്റെ അവസാനത്തോടെ ഡ്യൂസൽഡോർഫ് പോലീസിന് പൊതുജനങ്ങളിൽ നിന്നും കുറ്റവാളിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ട് 13,000-ലധികം കത്തുകളാണ് കിട്ടിയത്. ഡിറ്റക്റ്റീവുകൾ 9,000-ലധികം ആളുകളെ ചോദ്യം ചെയ്യുകയും 2,000-ലധികം തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. സംശയിക്കപ്പെടുന്നവരുടെ വലിയൊരു പട്ടിക അവർ തയ്യാറാക്കി. അതിൽ മുൻ കുറ്റവാളികളടക്കം തെരുവിൽ കഴിയുന്ന യാചകരും ഉണ്ടായിരുന്നു. 1ഉം 2ഉമല്ല, 90,000-ലധികം ആളുകളാണ് സംശയത്തിന്റെ പരിധിയിൽ വന്നത്. ഈ സമയത്ത് പോലീസിനെയും ജനങ്ങളെയും കൂടുതൽ ഭീതിയിലാഴ്ത്തുവാനും അവരെ പരിഹസിക്കുവാനുമായിട്ട് പീറ്റർ ഒരു കളി കൂടി കളിച്ചു. അവൻ പ്രാദേശിക പത്രമായ ഡ്യൂസൽഡോർഫ് സ്റ്റാറ്റ് ആൻസൈഗർ എന്ന പത്രത്തിന്റെ ഓഫീസിലേക്കും പോലീസിനും അജ്ഞാത കത്തുകൾ അയച്ചു. ആ കത്തിൽ പോലീസ് തിരയുന്ന വാമ്പയർ താനാണെന്നും മരിയ ഹാന്റെയും ഗർട്രൂഡ് ആൽബർമാന്റെയും ജഡങ്ങൾ കുഴിച്ചിട്ട സ്ഥലം താൻ കാണിച്ചു തരാമെന്നും എഴുതിയിരുന്നു. കൂടാതെ അവരുടെ ജഡം കുഴിച്ചിട്ട സ്ഥലത്തിന്റെ കൃത്യമായൊരു മാപ്പും ആ കത്തുകളിൽ വരച്ചു ചേർത്തു. പോലീസ് വേഗം ആ മാപ്പുകളെ പിന്തുടർന്നു. കൊലയാളി പറഞ്ഞതുപോലെ കൃത്യം അവിടെ നിന്നും അവരുടെ ജഡങ്ങൾ കണ്ടെടുത്തു. ഇതോടെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലായി. തന്റെ പ്രവൃത്തികൾ പത്രങ്ങളിൽ വലിയ അക്ഷരങ്ങളിൽ അച്ചടിച്ച് വരുന്നത് വായിച്ചവൻ ആഹ്ലാദിച്ചു. ഇതിനിടയിൽ ആരും കാണാതെ തന്റെ ഇരകളുടെ കല്ലറകൾ അവൻ സന്ദർശിക്കുമായിരുന്നു. ആ കല്ലറകളിൽ തൊടുമ്പോഴെല്ലാം അവന് ശക്തമായ ലൈംഗിക ഉണർവുണ്ടായി. 1930 ഫെബ്രുവരി മുതൽ മെയ് മാസം വരെ പീറ്റർ നഗരത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. ഈ കാലഘട്ടത്തിൽ 10 പേരെ കൂടി അവൻ ആക്രമിച്ചു, മാരകമായ പരിക്കേൽപ്പിച്ചു. ഭാഗ്യത്തിന് അവരാരും കൊല്ലപ്പെട്ടില്ല. പോലീസിന്റെ സകല വലകൾക്കും മുകളിലൂടെ പിടികൊടുക്കാതെ സഞ്ചരിച്ച വാമ്പയറിന് ഒടുവിൽ പിഴച്ചു. ആരും വിചാരിക്കാത്ത ഒരു രീതിയിൽ കൊലയാളി പോലീസിന്റെ പിടിയിലായി. പീറ്റർ കുട്ടന്റെ നരവേട്ട അവസാനിക്കുവാനായിട്ട് കാരണമായ സംഭവം ഇതായിരുന്നു. 1930 മെയ് 14 20 വയസ്സുള്ള മരിയ ബുള്ളിക്ക് എന്ന പെൺകുട്ടി ഡ്യൂസൽഡോർഫ് നഗരത്തിൽ പുതിയൊരു ജോലിയും അന്വേഷിച്ചു വന്നതായിരുന്നു. മരിയ കൊളോണിലാണ് താമസം. അവളുടെ ജോലി പോയിരുന്നു. പുതിയൊരു ജോലി ഇനി കണ്ടെത്തണം. അതിനായിട്ട് ഡ്യൂസൽഡോർഫ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവളുടെ അരികിലേക്ക് മാന്യമായ വസ്ത്രം ധരിച്ച ഒരുവൻ കടന്നു വന്നു. മരിയയ്ക്ക് താമസിക്കുവാനായിട്ട് അടുത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റൽ താൻ കാണിച്ചു തരാമെന്ന് അയാൾ പറഞ്ഞു. അയാളുടെ വാക്കും വിശ്വസിച്ച് മരിയ പിന്നാലെ പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ നഗരത്തിലെ ഇരുണ്ട പ്രദേശങ്ങളിലേക്ക് അയാൾ നടക്കുവാൻ തുടങ്ങി. മരിയയ്ക്ക് ഭയമായി. അപരിചിതൻ അവളോട് തന്റെ കൂടെ വരൂ എന്ന് ആവർത്തിച്ച് നിർബന്ധിച്ചു. അതോടെ താൻ വലിയൊരു കെണിയിലാണ് അകപ്പെട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. അതേ സമയത്താണ് രക്ഷകനെ പോലെ മറ്റൊരാൾ അവിടെ എത്തിയത്. അയാളെ കണ്ടതും ഈ അപരിചിതൻ ഓടി മറഞ്ഞു. മരിയയ്ക്ക് ആശ്വാസമായി. താൻ അവളെ സഹായിക്കാമെന്നും തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരുവാനും അയാൾ മരിയയെ ക്ഷണിച്ചു. അങ്ങനെയാണ് ബെറ്റ്മാനോ സിറ്റിയിലെ അയാളുടെ ഫ്ളാറ്റിൽ അവൾ എത്തിയത്. അവിടെ വെച്ച് അയാൾ അവൾക്ക് കഴിക്കുവാനായിട്ട് ആഹാരം കൊടുത്തു. മരിയയ്ക്ക് ആശ്വാസമായി. അതിനുശേഷം നിന്നെ ലേഡീസ് ഹോസ്റ്റലിൽ ആക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി. ഇരുവരും ഒരു ട്രാമിൽ കയറി അല്പദൂരം സഞ്ചരിച്ചു. പിന്നെ ട്രാമിൽ നിന്നും ഇറങ്ങി ഗ്രാഫൻബർഗ് എന്നു പേരുള്ള വനപ്രദേശത്തു കൂടി നടക്കുവാൻ തുടങ്ങി. മരിയയെ സഹായിച്ച നല്ലവനായ ആ ശമരിയാക്കാരൻ മറ്റാരും ആയിരുന്നില്ല, പീറ്റർ കൂട്ടനായിരുന്നു. വനത്തിന്റെ ഉള്ളിലേക്ക് കടന്നതും അവന്റെ ഭാവം മാറി.
അടുത്ത നിമിഷം അവൻ മരിയയെ കടന്നു പിടിച്ചു ബലാത്സംഗം ചെയ്യുവാനായിട്ട് തുടങ്ങി. അവൻ അവളുടെ തൊണ്ടയിൽ അമർത്തി പിടിച്ചു. മരിയയുടെ ബോധം മറയുവാൻ തുടങ്ങി. എങ്കിലും സർവ്വശക്തിയും എടുത്ത് അവനെ പ്രതിരോധിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചു. എങ്ങനെയോ അവന്റെ കൈകളിൽ നിന്നും വഴുതി മാറുവാനായിട്ട് അവൾക്ക് സാധിച്ചു. പീറ്റർ കുട്ടൻ അവളോട്, നിനക്ക് ഞാൻ ആരാണെന്ന് മനസ്സിലായോ? എൻ്റെ താമസസ്ഥലം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. തനിക്കൊന്നും ഓർമ്മയില്ല എന്ന് ഒരു വിധത്തിൽ അവൾ മറുപടി പറഞ്ഞു. ആ മറുപടിയാണ് അവളുടെ ജീവൻ രക്ഷിച്ചത്. ഇത് കേട്ടതും പീറ്റർ അവളെയും ഉപേക്ഷിച്ച് എവിടേക്കോ പോയി. മരിയ കാട്ടിലൂടെ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ടു. അവൾ നേരെ പോലീസിൽ പോയിട്ട് ഇതേക്കുറിച്ച് പരാതി പറഞ്ഞില്ല. എങ്കിലും തനിക്കുണ്ടായ ഈ ഭീകര അനുഭവത്തെക്കുറിച്ച് വിശദമായിട്ട് ഒരു കത്തിലെഴുതി. ആ കത്ത് മറ്റൊരു നഗരത്തിലുള്ള തൻ്റെ കൂട്ടുകാരിക്ക് അയച്ചു. പക്ഷേ കത്തിലെ വിലാസം തെറ്റിപ്പോയതുകൊണ്ട് കൂട്ടുകാരിക്ക് ആ കത്ത് കിട്ടിയില്ല. പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരനായ ഫ്രൗഗ് ബ്രൂക്ക്മാൻ കൗതുകം കൊണ്ട് ആ കത്ത് തുറന്നു വായിച്ചു. അതിലെ ഉള്ളടക്കം കണ്ട് ഞെട്ടി അയാൾ ഉടൻ തന്നെ ആ കത്ത് പോലീസിന് കൈമാറി. പോലീസ് മരിയയെ കണ്ടെത്തി ചോദ്യം ചെയ്തു. തന്നെ ആക്രമിച്ചവന്റെ പേരോ കൃത്യമായിട്ടുള്ള വിലാസമോ അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പക്ഷെ അവൻ തന്നെ കൊണ്ടുപോയ അപ്പാർട്ട്മെന്റ് അവൾക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. മരിയ പോലീസിനെ പീറ്റർ താമസിക്കുന്ന ബെറ്റ്മാനോ സ്ട്രാസെ 71 എന്ന അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിലേക്ക് കൃത്യമായിട്ട് നയിച്ചു. പോലീസ് എത്തിയ സമയത്ത് പീറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടുടമസ്ഥനിൽ നിന്നും അത് പീറ്റർ കൂട്ടന്റെ മുറിയാണെന്ന് പോലീസ് മനസ്സിലാക്കി. അതേ സമയത്താണ് ജോലിയെല്ലാം കഴിഞ്ഞ് പീറ്റർ അവിടേക്ക് വരുന്നത്. അപ്പാർട്ട്മെന്റിന്റെ ഇടനാഴിയിലെത്തിയതും ദൂരെ നിൽക്കുന്ന പോലീസിനെയും താൻ ആക്രമിച്ച മരിയയും അയാൾ കണ്ടു. അപകടം മണത്ത കൂട്ടൻ ആർക്കും സംശയം തോന്നാത്ത വിധം അവിടെ നിന്നും മാറി. ഒടുവിൽ അന്വേഷണം തന്നിലേക്ക് എത്തിയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പിടിക്കപ്പെട്ടാൽ ഇന്നുവരെ ചെയ്ത സകല കുറ്റങ്ങളും പുറത്തു വരുമെന്നും മനസ്സിലായി. പോലീസ് അപ്പാർട്ട്മെന്റിൽ നിന്നും പോയതിനു തൊട്ടു പിന്നാലെ പീറ്റർ ഭാര്യ അഗസ്റ്റയെ കണ്ടു. അവളോട് ഇങ്ങനെ പറഞ്ഞു, താൻ മരിയ ബുള്ളിക്കിനെ ബലാത്സംഗം ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. അത് അന്വേഷിക്കുവാനാണ് പോലീസ് വന്നത്. എന്നാൽ തൻ്റെ പഴയ ക്രിമിനൽ പശ്ചാത്തലം കാരണം തനിക്ക് വലിയൊരു ശിക്ഷ കിട്ടുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തൽക്കാലം കുറച്ച് ദിവസം ഒളിവിൽ പോവുകയാണ്. തുടർന്ന് പീറ്റർ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഏതാനും ദിവസം ഒളിച്ചു താമസിച്ചു. വൈകാതെ പോലീസിന്റെ വല മുറുകയാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. മെയ് 23 അവൻ തിരിച്ച് സ്വന്തം വീട്ടിലെത്തി. അവസാനമായിട്ടൊരു തന്ത്രം കൂടി മെനഞ്ഞു. ഇത്തവണ തന്റെ ഭാര്യ അഗസ്റ്റയോട് അവൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. താനാണ് പോലീസ് അന്വേഷിക്കുന്ന ഡ്യൂസൽഡോർഫിലെ വാമ്പയർ. ഇത് കേട്ട് അഗസ്റ്റ ഞെട്ടിപ്പോയി. എന്തായാലും പോലീസ് എന്നെ പിടിക്കും. അതിലും നല്ലത് നീ തന്നെ എന്നെ ഊറ്റിക്കൊടുക്കുന്നതാണ്. നീ തന്നെ എന്നെ പോലീസിൽ ഏൽപ്പിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എന്നെ പിടിച്ചു കൊടുക്കുന്നവർക്ക് സർക്കാരിൽ നിന്നും പ്രഖ്യാപിച്ചിട്ടുള്ള ആ വലിയ പ്രതിഫല തുക അത് നിനക്ക് കിട്ടും. എൻ്റെ മരണശേഷം അതുപയോഗിച്ച് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം, അവൻ പറഞ്ഞു. അഗസ്റ്റയ്ക്കും അത് സമ്മതമായിരുന്നു. മെയ് 24 അഗസ്റ്റ പോലീസിൽ ഈ വിവരം അറിയിച്ചു. അവൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സെന്റ് റോക്കസ് ചർച്ചിന് പുറത്തുവെച്ച് പോലീസ് പീറ്റർ കൂട്ടനെ അറസ്റ്റ് ചെയ്തു. അവൻ യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. തികഞ്ഞ ശാന്തതയോടെ പോലീസിന് കീഴടങ്ങി. കസ്റ്റഡിയിലിരിക്കവേ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ താൻ നടത്തിയ കുറ്റകൃത്യങ്ങൾ അവൻ സ്വമേധയായി ഏറ്റുപറഞ്ഞു. 9 കൊലപാതകവും 31 വധശ്രമങ്ങളും. 1913 നടന്ന ക്രിസ്റ്റീൻ ക്ലീന്റെ കൊലപാതകം ഉൾപ്പെടെ എല്ലാ കുറ്റവും ചെയ്തത് താനാണെന്ന് അവൻ ഏറ്റുപറഞ്ഞു. അവർ ഞെട്ടിപ്പോയി. ഇരകളുടെ ചോര കുടിക്കുന്നത് തനിക്ക് നൽകിയ ആനന്ദം വളരെ വലുതായിരുന്നുവെന്ന് അവൻ വാചാലനായിട്ട് പറഞ്ഞു. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന കടുത്ത പീഡനങ്ങളുടെയും അനീതിയുടെയും ഫലമാണിതൊക്കെയെന്നും തന്റെ പിതാവിന്റെ പീഡനങ്ങളുടെയും ജയിൽ വ്യവസ്ഥയുടെയും ഒരു ഇര മാത്രമാണ് താനെന്നും പീറ്റർ വാദിച്ചു. വിചാരണയ്ക്ക് മുന്നോടിയായ പ്രശസ്ത ജർമ്മൻ സൈക്കാട്രിസ്റ്റായ പ്രൊഫസർ കാൾബർഗ് പീറ്റർ കൂട്ടനെ വിശദമായിട്ട് പഠിച്ചു. പിന്നീട് അദ്ദേഹം ഇതിനെക്കുറിച്ച് ദ സാഡിസ്റ്റ് എന്ന പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതി. മാസങ്ങളോളം നീണ്ടുനിന്ന ആ ഇന്റർവ്യൂസിൽ പീറ്റർ താൻ ചെയ്ത കൊടും ക്രൂരതകൾ ഒന്നൊഴിയാതെ എല്ലാം തുറന്നു പറഞ്ഞു. ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ട ഡോക്ടർ കാൾബർഗ് ഉൾപ്പെടുന്ന 5 വ്യത്യസ്ത വിദഗ്ധർ കോടതിയെ സാക്ഷ്യപ്പെടുത്തിയത് ഇങ്ങനെയാണ്: പീറ്റർ ഒരു മാനസിക രോഗിയല്ല, മറിച്ച് പൂർണ്ണ ബോധ്യത്തോടെ കൊലകൾ ചെയ്യുന്ന, ക്രൂരതകൾ ആസ്വദിക്കുന്ന, കടുത്ത സാഡിസവും നാർസിസവും ബാധിച്ച വ്യക്തിയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് അവൻ ആസ്വദിച്ചിരുന്നു. തന്റെ ലൈംഗിക ആഗ്രഹങ്ങൾ തീർക്കുവാനായിട്ട് അവനത് വേണമായിരുന്നു. രക്തം കണ്ടാൽ മാത്രമാണ് അവന് സ്ഖലനം സംഭവിക്കൂ. നൈമിഷികമായ സുഖം കിട്ടുവാൻ മറ്റുള്ളവരുടെ ജീവൻ എടുക്കുവാൻ അവന് യാതൊരു മടിയുമില്ലായിരുന്നു. അതുമാത്രമല്ല, കൊലപാതകത്തിലൂടെ കുപ്രസിദ്ധി നേടുവാനും ഒരു കാലത്ത് തന്നെ അടിച്ചമർത്തിയ സമൂഹത്തിന് മുകളിൽ അധികാരം സ്ഥാപിക്കുവാനും അവൻ ആഗ്രഹിച്ചു. അവൻ ചെയ്ത കുറ്റകൃത്യങ്ങളിൽ ഭൂരിഭാഗവും നടന്നത് ഭാര്യ അഗസ്റ്റ വൈകുന്നേരങ്ങളിൽ ജോലിക്ക് പോയ സമയത്താണ്. അവന്റെ ഇരകൾക്ക് എത്രത്തോളം കുത്തുകളും മർദ്ദനവും ലഭിക്കുന്നു എന്നത് അവന് എത്രയും വേഗത്തിൽ സ്ഖലനം സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിട്ട് പീറ്റർ ബോധപൂർവം ആയുധങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നു. 1931 ഏപ്രിൽ 13 ഡ്യൂസൽഡോർഫിൽ വെച്ച് ചരിത്രപ്രസിദ്ധമായിട്ടുള്ള വിചാരണ ആരംഭിച്ചു. കോടതി മുറിയിലേക്ക് പത്രപ്രവർത്തകരുടെയും ജനങ്ങളുടെയും വലിയ കൂട്ടം ഒഴുകിയെത്തി. ആ കൊടും കുറ്റവാളിയെ നേരിൽ കാണുവാനായിട്ട് ജനം തിക്കിത്തിരക്കി. ജനങ്ങളുടെ ആക്രമണത്തെ പേടിച്ച് തടികൊണ്ട് നിർമ്മിച്ച കഴുത്തൊപ്പം ഉയരമുള്ളൊരു പെട്ടിയിലാണ് അവനെ നിർത്തിയത്. അവനു പിന്നിലായിട്ട് കൊലയ്ക്ക് ഉപയോഗിച്ച ആയുധങ്ങളും ഇരകളുടെ തലയോട്ടിയും മറ്റും നിരത്തി വെച്ചിരുന്നു. പീറ്റർ കുട്ടൻ തന്റെ കുറ്റകൃത്യങ്ങൾ അങ്ങേയറ്റം ശാന്തമായിട്ട് വിവരിച്ചു. ഇരകളുടെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവൻ നിർദാക്ഷിണ്യം പുഞ്ചിരിച്ചു. കോടതിയോട് അവൻ ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല.
ഞാൻ ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഞാനത് പൂർണ്ണമായിട്ടും ആസ്വദിക്കുന്നു. നോക്കൂ, എനിക്ക് മനസാക്ഷി എന്ന ഒന്നില്ല. എൻ്റെ ആത്മാവിനോട് ചോദിച്ചാൽ എനിക്കിതിൽ യാതൊരു തെറ്റും തോന്നിയിട്ടുമില്ല. എൻ്റെ ചോരയും എൻ്റെ ഇരകളുടെ ചോരയും എന്നെ പീഡിപ്പിച്ചവരുടെ തലയിലാണ് വരേണ്ടത്. ഞാൻ ബാല്യത്തിൽ അനുഭവിച്ച യാതനകൾ ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള എൻ്റെ എല്ലാ വികാരങ്ങളെയും നശിപ്പിച്ചു. അതുകൊണ്ടാണ് എൻ്റെ ഇരകളോട് എനിക്ക് യാതൊരു കരുണയും തോന്നാത്തത്. 10 ദിവസത്തെ വിചാരണയ്ക്ക് ശേഷം ഏപ്രിൽ 22-ന് ജൂറി വെറും 2 മണിക്കൂർ കൊണ്ട് വിധി പ്രസ്താവിച്ചു. 9 കൊലപാതകവും 7 വധശ്രമങ്ങളും ഉൾപ്പെടെ 16 കുറ്റങ്ങളിൽ പീറ്റർ കുറ്റവാളിയാണെന്ന് കണ്ടെത്തി. 9 കൊലപാതകത്തിന് 9 തവണ മരണശിക്ഷ, അതായിരുന്നു വിധി. ഗില്ലറ്റിൻ ഉപയോഗിച്ച് തലയറുത്ത് കൊല്ലുവാനായിരുന്നു വിധി. ശിക്ഷ കേട്ടിട്ടും അവൻ യാതൊരു ഭാവവ്യത്യാസവും കാണിച്ചില്ല. ജയിലിലെ തൻ്റെ അവസാന ആഴ്ചകളിൽ അവന് കുറ്റബോധമുണ്ടായെന്ന് വേണം കരുതുവാൻ. കാരണം തൻ്റെ ഇരകളുടെ ബന്ധുക്കൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് അയാൾ ചില കത്തുകൾ എഴുതി. ഭാര്യ അഗസ്റ്റെ അവസാനമായിട്ട് കാണുകയും ചെയ്തു. പീറ്റർ കുട്ടൻ്റെ ഭീകരമായിട്ടുള്ള ജീവിതം ആധാരമാക്കിയ അതേ വർഷം, അതായത് 1931-ൽ പ്രശസ്ത സംവിധായകൻ ഫ്രിറ്റ്സ് ലാങ് എം എന്ന പേരിൽ ഒരു സിനിമ സംവിധാനം ചെയ്തു. പീറ്റർ ലോറ എന്ന നടനായിരുന്നു അതിൽ കൊലയാളിയായിട്ട് അഭിനയിച്ചത്. സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ത്രില്ലറുകളിൽ ഒന്നാണ് ആ ചിത്രം. 1931 ജൂലൈ 2 രാവിലെ 6 മണി കൊളോണിലെ ക്ലിങ്കറ്റ്പുട്സ് ജയിലിൽ വധശിക്ഷ നടപ്പാക്കുന്ന ദിവസം എത്തി. മരണത്തിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ പോലും അവൻ്റെ മുഖത്ത് ഭയമില്ലായിരുന്നു. തനിക്ക് കുറച്ച് വറുത്ത ഉരുളക്കിഴങ്ങും വീണർ നീറ്റ്സലും ഒരു കുപ്പി വൈറ്റ് വൈനും വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവസാനത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു തീർത്ത് മരണത്തിലേക്ക് നടക്കുമ്പോൾ ജയിലറോടും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാരോടും ഒരേ ഒരു ചോദ്യമാണ് പീറ്റർ ചോദിച്ചത്. അത് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരുടെ ചോര വരെ മരവിച്ചു. പീറ്റർ അല്പം മുൻപോട്ട് ആഞ്ഞിരുന്ന് തികച്ചും സാധാരണ ഭാവത്തിൽ അവരോട് ഇങ്ങനെ ചോദിച്ചു, പറയൂ, എൻ്റെ തല ഗില്ലറ്റിനെ വെച്ച് വെട്ടിമാറ്റുമ്പോൾ എൻ്റെ കഴുത്തിൽ നിന്നും ചോര ചീറ്റുമല്ലോ. ആ ശബ്ദം ഒരു നിമിഷത്തേക്കെങ്കിലും എനിക്ക് കേൾക്കുവാനായിട്ട് കഴിയുമോ? അത് കേൾക്കുവാനായിട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ആനന്ദങ്ങൾക്കും മുകളിലുള്ള പരമാനന്ദമായിരിക്കും അത്. അത് കേട്ടുകൊണ്ട് എനിക്ക് ഈ യാത്ര അവസാനിപ്പിക്കാം. ആരും അവന് മറുപടി നൽകിയില്ല. അവസാനമായിട്ട് മറ്റെന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ആരാച്ചാർ ചോദിച്ചു. ഇല്ല എന്ന് മറുപടി പറഞ്ഞു. തൊട്ടു പിന്നാലെ ഗില്ലറ്റിൻ്റെ ഭീമാകാരമായ ബ്ലേഡ് താഴേക്ക് പതിച്ചു. ഡ്യൂസൽഡോർഫിലെ വാമ്പയർ അവിടെ വെച്ച് അവസാനിച്ചു. അതോടൊപ്പം ഭീകരതയുടെ ഒരു അധ്യായവും. മരണത്തിന് ശേഷം പീറ്റർ കുട്ടൻ്റെ തലച്ചോറ് സയന്റിസ്റ്റുകൾ പഠനവിധേയമാക്കി. കാരണം തലച്ചോറിലെ എന്ത് പ്രതിഭാസമാണ് ഇതുപോലൊരു മനുഷ്യമൃഗത്തെ ഉരുവാക്കുവാനായിട്ട് കാരണമെന്ന് അവർക്ക് അറിയണമായിരുന്നു. അവൻ്റെ തൈമസ് ഗ്രന്ഥിക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അല്പം വലിപ്പം കൂടുതൽ ഉണ്ടെന്നുള്ളതല്ലാതെ അസ്വാഭാവികമായിട്ടൊന്നും തന്നെ കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. കൊടും ക്രൂരതയുടെ പര്യായമായ ആ തലച്ചോറ് തികച്ചും സാധാരണമായിരുന്നു. ഇതവരെ അമ്പരപ്പിച്ചു. അവൻ്റെ തല 2ആയിട്ട് മുറിച്ച് മമ്മിഫൈ ചെയ്ത് അമേരിക്കയിലെ വിസ്കോൺസിനിലുള്ള റിപ്ലീസ് ബിലീവ് ഇറ്റ് ഓർ നോട്ട് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചു. അത് ഇന്നും അവിടെയുണ്ട്. ഇനി വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ മിസ്റ്ററിയിലേക്ക് കടക്കുവാനുള്ള സമയമായിരിക്കുന്നു. കോടതിയിൽ തെളിയിക്കപ്പെട്ടത് 9 കൊലപാതകവും 7 വധശ്രമങ്ങളും തീവെപ്പ് അങ്ങനെ തുടങ്ങി മൊത്തം 60 കുറ്റങ്ങളാണ്. പക്ഷേ അവൻ ചെയ്ത കുറ്റങ്ങൾ അതിലും ഏറെയായിരുന്നു. നിർഭാഗ്യവശാൽ അത് തെളിയിക്കുവാനായിട്ട് സാധിച്ചില്ല. ചോദ്യം ചെയ്യലിനിടയിൽ പീറ്റർ വെളിപ്പെടുത്തിയ ക്രൈം നടന്ന ചില തീയതികളും ഇരകളുടെ വിവരണങ്ങളും അവൻ പറഞ്ഞതുമായിട്ട് ഒത്തുപോയിരുന്നില്ല. പോലീസ് പൊതുജനങ്ങൾക്ക് നൽകാത്ത പല ക്രൈമുകളും അവൻ ചെയ്തിരുന്നു. അതിൽ ഒന്നാണ് ഗെട്രൂഡ് ഹമാർക്കർ എന്ന സ്ത്രീയുടെ കൊലപാതകം. മുള്ളൻ സ്ട്രാസിലെ ഒരു വീടിന്റെ ഗോവണിയുടെ മുകളിലാണ് അവളെ മരിച്ച നിലയെ കണ്ടെത്തിയത്. അവളെ കൊന്നത് താനാണെന്ന് പീറ്റർ കൺഫസ് ചെയ്തിരുന്നു. എന്നാൽ ആ വീടിനെക്കുറിച്ചും ആ കൊലപാതകത്തെക്കുറിച്ചും അവരോട് ചോദിച്ചപ്പോൾ പീറ്റർ ആദ്യമായിട്ട് നിശബ്ദനായി. അയാളുടെ മുഖം വിളറി വെളുത്തു. ഒരു ഭയമായിരുന്നു അവന് കാണപ്പെട്ടത്. അതിനു മുൻപ് താൻ ചെയ്ത കൊലകൾ പോലീസ് ആവശ്യപ്പെടാതെ തന്നെ വാതോരാതെ പറഞ്ഞ് ഓരോ ക്രൈമും ഒരു മനോരോഗിയെ പോലെ അഭിനയിച്ച് കാണിച്ച ആനന്ദം കണ്ടെത്തിയവനാണ് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മാത്രം നിശബ്ദനായത്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയുവാനില്ല. അതുമാത്രമാണ് അവൻ മന്ത്രിച്ചത്. പീറ്റർ കുട്ടനെ പോലെയുള്ളൊരു മനുഷ്യപിശാചിനെ ഭയപ്പെടുത്തുവാൻ മാത്രം എന്ത് രഹസ്യമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. കുർട്ടന്റെ വധശിക്ഷയ്ക്ക് ശേഷം അധികാരികൾ മുള്ളൻ സ്ട്രാസിലെ ആ വീട് പരിശോധിച്ചു. അവിടെയുള്ള തറപ്പലകളുടെ താഴെ നിന്നും അവർ കണ്ടെടുത്തത് അനേകം മനുഷ്യരുടെ അസ്ഥികൂടങ്ങളാണ്. അതിൽ പലതും കുട്ടൻ ജനിക്കുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണ്. ആ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന വ്യക്തിയുടെ പേര് യോഹാൻ കെല്ലർ എന്നായിരുന്നു. പോലീസ് യോഹാനെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം കണ്ടെത്തിയത്. യോഹാൻ കെല്ലർ എന്ന പേരിൽ യാതൊരു സർട്ടിഫിക്കറ്റോ രേഖയോ കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിട്ടേ ഇല്ലാത്തതുപോലെ എല്ലാ തെളിവുകളും മായ്ക്കപ്പെട്ടിരുന്നു. അങ്ങനെ ആ കേസ് ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കുകയും ആ കുറ്റങ്ങളും കുട്ടൻ്റെ തലയെ കെട്ടിവെക്കുകയും ചെയ്തു. നിശ്ചയമായിട്ടും ആ വീട്ടിൽ വെച്ച് പീറ്റർ കുട്ടൻ മറ്റെന്തോ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ അതൊരു പാരാനോർമൽ ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവനേക്കാളും ക്രൂരനായ ഒരു കൊലയാളിയെയോ അല്ലെങ്കിൽ കൊലയാളി സംഘത്തെയോ ആയിരിക്കാം. അതെന്താണെന്ന് ആർക്കും അറിയില്ല, ഇനിയൊട്ട് അറിയുകയുമില്ല. ഇതോടെ നഗരത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു പുതിയ ചോദ്യം ഉയർന്നു. രഹസ്യമായിട്ട് അവർ ചോദിക്കുവാൻ തുടങ്ങി, ഡ്യൂസൽഡോർഫിലെ വാമ്പയർ സത്യത്തിൽ ഒറ്റയ്ക്കായിരുന്നു പ്രവർത്തിച്ചത്, അതോ ഇതിനെല്ലാം പിന്നിൽ മറ്റു ചിലർ കൂടി ഉണ്ടായിരിക്കുമോ? ഇരുളിൽ മറഞ്ഞിരുന്ന് ഇതെല്ലാം കണ്ട് ആനന്ദിക്കുന്ന ഇതിലും ഭീകരനായിട്ടുള്ള മറ്റാരെങ്കിലും? വർഷങ്ങളോളം ആ വീട് ഒഴിഞ്ഞു കിടന്നു.
ആ മണ്ണ് തന്നെ ശപിക്കപ്പെട്ടതാണെന്ന് ജനങ്ങൾ വിശ്വസിച്ചു. 1943 രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ബോംബ് ആക്രമണത്തിൽ ആ വീട് പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു. അങ്ങനെയാണ് എല്ലാവരും കരുതിയത്. എന്നാൽ രക്ഷാപ്രവർത്തകർ നടത്തിയ തിരച്ചിലിൽ ഞെട്ടിക്കുന്നൊരു കണ്ടെത്തൽ കൂടി ഉണ്ടായി. ആ വീടിന്റെ തറപ്പലകൾക്ക് യാതൊരു കേടുപാടും സംഭവിച്ചിരുന്നില്ല. ഒരു ബോംബ് പോലും വീഴാതെ അത് സുരക്ഷിതമായിട്ടിരിപ്പുണ്ടായിരുന്നു. അതിന് താഴെയായിട്ട് ഇനിയും എത്ര അസ്ഥികൂടമുണ്ടെന്ന് നോക്കുവാനായിട്ട് പിന്നീട് ആരും ധൈര്യം കാണിച്ചുമില്ല. ഇന്നത്തെ കാലത്ത് ഡ്യൂസൽഡോർഫിലെ ജനങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: ആ തെരുവ് ശപിക്കപ്പെട്ടതാണ്. രാത്രിയിൽ അവിടെ നിന്നും വിചിത്രമായ ചില ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കടുത്ത വേനൽക്കാലത്ത് പോലും ആ പറമ്പിൽ നിന്നാൽ ശ്വാസമെടുക്കുവാനായിട്ട് കഴിയാത്ത വിധം അസ്ഥി തുളയ്ക്കുന്ന തണുപ്പ് തോന്നും. അതും കൂടാതെ പലരും മറ്റൊരു കാഴ്ച കൂടി കണ്ടിരുന്നു. ചില വർഷങ്ങളിൽ പഴയ രീതിയിലുള്ള വസ്ത്രങ്ങളും തൊപ്പിയും ഗ്ലൗസും ധരിച്ചൊരു നിഗൂഢ മനുഷ്യൻ വിജനമായ ആ തെരുവിന്റെ കോണിൽ നിന്നുകൊണ്ട് ഇരുളിലേക്ക്, ആ വീട് നിന്നിരുന്ന ദിക്കിലേക്ക് നോക്കി നിൽക്കുന്നത് അവരിൽ പലരും കണ്ടിട്ടുണ്ട്. അടുത്തേക്ക് വരുമ്പോഴേക്കും ആ മനുഷ്യൻ അപ്രത്യക്ഷനാവും. പീറ്റർ കുട്ടൻ ലൈംഗിക കുറ്റവാളികളുടെ രാജാവായിരുന്നു, അതിൽ യാതൊരു സംശയവുമില്ല. പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും അവൻ ഒരേപോലെ പീഡിപ്പിച്ചു കൊന്നു. എന്നാൽ അവൻ മാത്രമായിരുന്നു അന്ന് ആ നഗരത്തിലുണ്ടായിരുന്ന ഒരേ ഒരു കൊലയാളി. ആ വീടിന്റെ അടിയിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ പറയുന്നത് അങ്ങനെയല്ല. അതിനു പിന്നിലെ ദുരൂഹത ഇനി ഒരിക്കലും മറനീങ്ങുവാനും പോകുന്നില്ല. അവസാനമായിട്ട് ഒന്നുകൂടി പറഞ്ഞ് ഈ കഥ അവസാനിപ്പിക്കാം. ഡ്യൂസൽഡോർഫിലെ വാമ്പയർ എന്നറിയപ്പെട്ട പീറ്റർ കുട്ടനെ പിടിക്കുവാനായിട്ട് സഹായിക്കുന്ന വിവരം നൽകുന്നവർക്ക് അന്ന് ജർമ്മൻ പോലീസ് വാഗ്ദാനം ചെയ്ത പ്രതിഫല തുക 15,000 മാർക്കായിരുന്നു. തന്റെ ഭർത്താവിനെ ഒറ്റിക്കൊടുത്തതിലൂടെ ഈ വലിയ തുകയുടെ ഗണ്യമായ ഒരു ഭാഗം ചരിത്രരേഖകൾ പ്രകാരം ഏകദേശം 4,000 മാർക്ക് പീറ്ററിന്റെ ഭാര്യയായ അഗസ്റ്റിക്ക് കിട്ടി. ഈ തുക ഉപയോഗിച്ചും പോലീസിന്റെ സഹായത്തോടെയും അവർ പിന്നീട് ലീപ്സിഗ എന്ന നഗരത്തിൽ പുതിയൊരു പേരിൽ മറ്റൊരു ജീവിതം ആരംഭിച്ചു. അന്ന് സർക്കാർ നൽകിയ പ്രതിഫല തുകയായ 15,000 മാർക്ക് ഇന്നത്തെ കാലത്ത് നോക്കിയാൽ 1 കോടി ഇന്ത്യൻ രൂപ വരും. വലിയൊരു സമ്പത്തായിരുന്നു അത്. അതിൽ 20 ലക്ഷത്തോളം രൂപയുടെ മൂല്യമുള്ള വലിയൊരു പങ്കാണ് ഭർത്താവിനെ ഒറ്റിക്കൊടുത്തതിലൂടെ അഗസ്റ്റിക്ക് കിട്ടിയത്. ബാക്കി തുക ആർക്കൊക്കെ വീതം വെച്ച് കൊടുത്തു എന്നതിന് ചരിത്രത്തിൽ കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച 15,000 മാർക്ക് ഒരാൾക്ക് മാത്രമല്ല നൽകിയത്, മറിച്ച് വാമ്പയറെ പിടികൂടുവാനായിട്ട് കാരണക്കാരായ പ്രധാന വ്യക്തികൾക്ക് അത് വീതം വെച്ച് കൊടുത്തു. അഗസ്റ്റിക്ക് കിട്ടിയ തുകയ്ക്ക് പുറമെ ബാക്കി തുക പ്രധാനമായിട്ടും കിട്ടിയത് താഴെ പറയുന്നവർക്കാണ്. മരിയ ബുള്ളിക്ക്. പീറ്ററിന്റെ കൈകളിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട 20-കാരിയായ യുവതിക്കായിരുന്നു പ്രതിഫല തുകയുടെ മറ്റൊരു പ്രധാന ഭാഗം കിട്ടിയത്. അവൾ കൂട്ടുകാരിക്ക് എഴുതിയ കത്താണ് പോലീസിനെ പീറ്ററിലേക്ക് നയിച്ച ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവായിട്ട് മാറിയത്. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ മരിയ വിലാസം തെറ്റിച്ചയച്ച ആ കത്ത് തുറന്നു വായിക്കുകയും അതിലെ വിവരങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഒട്ടും വൈകാതെ അത് പോലീസിന് കൈമാറുകയും ചെയ്ത ആ പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനും പ്രതിഫല തുകയുടെ ഒരു വിഹിതം കിട്ടി. ഇയാളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ കത്ത് ഒരിക്കലും പോലീസിന്റെ കയ്യിൽ എത്തുമായിരുന്നില്ല. ഇതിനും പുറമെ പീറ്റർ കുട്ടന്റെ വിവിധ ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലും പോലീസിന് നിർണായക വിവരങ്ങൾ നൽകിയ ചില സാധാരണക്കാർക്കും ഈ തുകയുടെ ചെറിയ ഭാഗങ്ങൾ കിട്ടി. ചുരുക്കത്തിൽ ഈ വലിയ പ്രതിഫല തുക ഒരു വ്യക്തിക്ക് മാത്രമായിട്ടല്ല കിട്ടിയത്, മറിച്ച് ആ കൊടും കുറ്റവാളിയെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുവാനായിട്ട് സഹായിച്ച ഓരോ പ്രധാന വ്യക്തികൾക്കും അർഹമായ രീതിയിൽ പങ്കുവെച്ച് നൽകി. ഇത്രയുമാണ് ലോകത്തെ വിറപ്പിച്ച പീറ്റർ കുട്ടന്റെ കഥ. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അക്കാഡമിക് ലെവലിൽ ചെയ്തൊരു വീഡിയോ ആണിത്.